പാരന്റിങ് എന്ന പദം അത് മലയാളത്തിലേക്ക് കുടിയേറിയ പദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ മലയാളം രക്ഷാകർതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു കാലമാണ്. പാരന്റിങ് എന്നതിനെ നാം വ്യക്തതയോടെ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും വിദ്യാഭ്യാസവും സ്വഭാവ സംസ്കരണവും ഒക്കെ നേടിക്കൊടുക്കുന്ന ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിനാണ് പാരന്റിങ് എന്ന് പറയുന്നത്. ഈ പാരന്റിങ് തെറ്റായതും ശരിയായതും ഉണ്ട്. ശരിയായ പാരന്റിങ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നൽകി വളർത്തുമ്പോൾ അവരെ നിസ്കരിപ്പിക്കുന്നു, ഖുർആൻ ഉള്ളവരാകുന്നു, ഭൗതിക വിദ്യാഭ്യാസങ്ങൾ ഉള്ളവരാക്കി തീർക്കുന്നു. ഈ പ്രക്രിയകളൊക്കെ കൃത്യമായി ചെയ്യുമ്പോൾ രക്ഷിതാക്കളായ നാം അതിൻ്റെ പേരിൽ കഷ്ടപ്പെടാതിരിക്കുകയും അതോടൊപ്പം നമ്മുടെ മക്കൾ നമ്മളുടെ ഈ ഒരു വളർത്തലിനിടയിൽ പ്രയാസപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ പാരന്റിങ്. പാരന്റിങ്ങിന്റെ തെറ്റ് ഏതാണ് എന്ന് ഇനി ഞാൻ പറയാതെ നമുക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. നാം രക്ഷിതാക്കൾ കഷ്ടപ്പെട്ടു പോകുന്നു ഇവരെ നിസ്കരിപ്പിക്കാൻ, ഇവരെ പഠിപ്പിക്കാൻ, ഇവരെ വളർത്തി വലുതാക്കാൻ, അവരെ നല്ലവരാക്കാൻ. എങ്കിൽ അതല്ല, നമ്മുടെ മക്കൾ നമ്മുടെ ഈ വളർത്തലിനിടയിൽ കഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തെറ്റായ പാരന്റിങ് ആണ്. പാരന്റിങ്ങിനെ കുറിച്ച് പലപ്പോഴും വിശദമായ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ചിലരൊക്കെ ധരിച്ചു വെക്കാറുണ്ട് പാരന്റിങ് വളരെ പ്രയാസമാണ്. പാരന്റിങ്ങിന്റെ യഥാർത്ഥ വശം പാരന്റിങ് വളരെ എളുപ്പമുള്ളതാണ്, പക്ഷേ അത് ഗൗരവമുള്ളതാണ്, സീരിയസ് ആണ്. ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയാറുള്ള ഒരു ഉദാഹരണമാണ് നാം ശ്വസിക്കുന്നത് പോലെ. ശ്വസിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, അധികം പ്രയാസമൊന്നുമില്ല. പക്ഷെ സംഗതി സീരിയസ് ആണ്. ശ്വസിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ലാതായാൽ പിന്നെ പറയാൻ വേണ്ട, ഖബറിലേക്ക് പോകണ്ട, അത്ര സീരിയസ് ആണ്. പക്ഷെ ശ്വസിക്കാൻ വേണ്ടി വലിയ പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇതുപോലെ പാരന്റിങ് വളരെ എളുപ്പമുള്ളതാണ്, പക്ഷേ നമുക്കതിൻ്റെ റൂട്ടുകൾ അറിയണം. അതുമായി ബന്ധപ്പെട്ട നയനിലപാടുകൾ കൃത്യമാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. പാരന്റിങ്ങിലെ കുറേ അറിവുകളെക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ നയനിലപാടുകൾ സ്വീകരിക്കാൻ അറിയുകയാണ്. അതിനുണ്ടാകേണ്ടത് സ്കില്ലാണ്, മലക്ക എന്നാണ് അതിനെ അറബിയിൽ പറയുക. ഈ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ നാച്ചർ, നമ്മുടെ പ്രകൃതമാകുന്നതിൻ്റെ ഒരു രൂപമുണ്ട്. ഏതുപോലെ എന്നറിയോ? സ്വതക്ക ചെയ്യുക ചിലരുടെ സ്കില്ലായിരിക്കും, ചിലർക്ക് അതൊരു കേവലം ചില സംഭവം മാത്രമായിരിക്കും. ഈ അടുത്തൊരു ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, സിറാജുൽ ഹുദയിലേക്ക് ഒരു 5000 രൂപ നേർച്ചയാക്കണം. പണ്ടൊക്കെ ആവുമ്പോൾ ഞാൻ അത് വാങ്ങിച്ചു, സിറാജുൽ ഹുദയിൽ എത്തിച്ചു, റെസിപ്റ്റ് കൊണ്ട കൊടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പോ അതിന്റെ ആവശ്യമില്ല. സിറാജുൽ ഹുദയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നിങ്ങളെ ഫോണിൽ പോയിട്ട് സിറാജുൽ ഹുദ എന്ന് സെർച്ച് ചെയ്താൽ സിറാജുൽ ഹുദ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ആ ആപ്ലിക്കേഷനിൽ കയറി അത് നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നിങ്ങളെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ പോലെയുള്ള അത്തരം സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്പോട്ടിൽ പേ ചെയ്യാം. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ, അർജന്റായിട്ട് 5000 രൂപ സിറാജുൽ ഹുദയിലേക്ക് അടക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ ഗൂഗിൾ പേ ചെയ്തു. ഞാൻ ഉടനെ സിറാജുൽ ഹുദയിലേക്ക് അടച്ചിട്ട് അദ്ദേഹത്തിന് റെസീറ്റ് അയച്ചു കൊടുത്തു. ക്യാഷ് സിറാജുൽ ഹുദയിലെത്തി,
റെസീറ്റ് അയാളുടെ ഫോണിൽ എത്തി. 5 മിനിറ്റ് സമയമാണ്. എന്തിനായിരുന്നു ഈ സംഭാവന ചെയ്തത് എന്ന് ചോദിച്ചപ്പോ വലിയൊരു കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അങ്ങനെ ധാരാളം അത്ഭുതകരമായ റിസൾട്ടുകൾ എൻ്റെ തന്നെ അനുഭവങ്ങളിൽ ധാരാളം ഞാൻ കാണാറുണ്ട്. അപ്പൊ എൻ്റെ വിഷയം അതല്ല. ഞാൻ ഈ വിഷയം ഒരാളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അയാൾ സംഭാവന നൽകിയിട്ടുണ്ട് 5000 രൂപ. അയാളോ ഒരു സംഗതിക്ക് ഒരു 5 രൂപ കൊടുക്കാത്ത മനുഷ്യനാണ്. എന്ത് പിരിവിന് ചെന്നാലും ഒരു പാവപ്പെട്ടവനെയും സഹായിക്കാത്ത ആളാണ്. അയാള് കുടുങ്ങിയ സമയമായപ്പോ അയാൾ സിറാജുൽ ഹുദയിലേക്ക് വലിയ അത്ഭുതം. ഇങ്ങനൊരു സംഭാവന ഉണ്ട്. അതിന് വാക്കിയത്ത് ഇൻസിഡന്റൽ ലെവൽ എന്ന് പറയും. എന്നാൽ സ്വതക്ക ചെയ്യുന്നത് ഒരു സ്കില്ലാകുന്ന, ഒരു മലക്കയാകുന്ന, ഒരു നേച്ചറാകുന്ന മറുവശമുണ്ട്. അതെന്താ? ഒരാളൊരു ദിവസം പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അയാള് ഇങ്ങനെ 2 കീസ എല്ലായിടത്തും തപ്പും. അപ്പോ കീസയിൽ ക്യാഷ് ഇല്ല. അയാൾ അടുത്തുള്ള ആളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിലൊരു 500 രൂപ ഉണ്ട്. എന്താ അത്? അയാൾ എല്ലായ്പ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ പള്ളിയിലേക്ക്, സ്വലാത്തിലേക്ക്, അല്ലെങ്കിൽ അതുപോലുള്ള എന്തിലേക്കെങ്കിലും ക്യാഷ് സംഭാവന ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം അയാളോട് ക്യാഷ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ തൽക്കാലം ഒരാളോട് വാങ്ങിയിട്ട് സ്വതക്ക ചെയ്തിട്ട് അയാൾക്ക് യാത്ര ചെയ്താൽ ഒരു തൃപ്തിയാകും. അയാളുടെ നേച്ചറാണ്, അയാളുടെ പതിവാണ്. അയാൾക്ക് എപ്പോഴും സ്വതക്ക ചെയ്യണം. അങ്ങനെയുണ്ട് ചിലർ. വെള്ളിയാഴ്ചയായാൽ സ്വതക്കക്ക് പുണ്യമുള്ള ദിവസമാണ്. ബഹുമാനമുള്ള ദിവസങ്ങളിൽ സ്വതക്കക്ക് പുണ്യമുള്ളതാണ്. ബഹുമാനമുള്ള സ്ഥലങ്ങൾ, ബഹുമാനമുള്ള സമയങ്ങൾ, ഇതെല്ലാം സ്വതക്കക്ക് പുണ്യമുള്ള ഇതാണ്. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് സ്വതക്കക്ക് കൂലിയുണ്ട്. റമദാൻ ആയാൽ സ്വതക്കക്ക് പ്രത്യേകം പ്രതിഫലമുണ്ട്. അപ്പോ അത് ശീലമുള്ള ആൾക്കാരാണ്. ചിലർ വെള്ളിയാഴ്ചയൊക്കെ ഈ പള്ളിയിൽ ഉറുതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ അവർ ക്യാഷ് കയ്യിൽ കരുതുന്നത് വെള്ളിയാഴ്ച അല്ല. അത് നാച്ചുറാണ്. ഇങ്ങനെ നമ്മൾ പാരന്റിങ് നടത്തുന്ന വിഷയത്തിലൂടെ ഇതുപോലെ ഒരു സമീപന രീതി, നമ്മൾ മക്കളോട് പെരുമാറുന്ന പെരുമാറ്റത്തിൽ ഇങ്ങനെ ഒരു നാച്ചുറായിട്ട് എന്തു വരണം, നമ്മുടെ പെരുമാറ്റ രീതികൾ രൂപപ്പെടണം. അങ്ങനെ രൂപപ്പെട്ടാൽ മക്കളെ പരിപാലിക്കുക എന്നത് വളരെ എളുപ്പമുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളോട് സ്നേഹം കാണിക്കാൻ അറിയുക എന്നതാണ്. പഴയകാലത്തല്ല, ഒരു കുറച്ചു കാലം മുമ്പൊക്കെ ഇതിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന് പ്രസക്തി ഇല്ല എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. എന്ത്? മക്കളോട് സ്നേഹം കാണിക്കുക എന്നതിന് പ്രസക്തി. ഇവിടെ 2 രീതിയിൽ ഇതിന് അപവാദം കാണാം. ഒന്നെന്താണെന്നറിയോ? ഒന്ന് സ്നേഹമില്ലാത്ത അവസ്ഥ തന്നെ. ഈ അടുത്തൊരു ദിവസം ഒരു രക്ഷിതാവ് ഒരു കുട്ടിയുടെ കേസ് പറഞ്ഞു. ഭയങ്കര അച്ചടക്കരാഹിത്യം, ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ രക്ഷിതാവിനോട് ഈ കുട്ടിക്ക് സ്നേഹം കൊടുക്കുന്നതിന്റെ രൂപം പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഈ 24 മണിക്കൂറിനിടയിൽ നിങ്ങളെ മകനോട് അല്ലെങ്കിൽ നിങ്ങളുടെ മകളോട് നിങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ സംസാരിച്ച എത്ര വാക്കുകളുണ്ട് എന്ന് ചോദിച്ചു. ഈ 24 മണിക്കൂറിനിടയിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സമയം മുതൽ കഴിഞ്ഞ 24 മണിക്കൂർ, ഈ 24 മണിക്കൂറിനിടയിൽ നിങ്ങൾ മക്കളോട് സ്നേഹത്തോടെ സംസാരിച്ച എത്ര വാക്കുകൾ, എത്ര സന്ദർഭങ്ങളുണ്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റും? അയാളിങ്ങനെ ആലോചിച്ചപ്പോൾ ഒറ്റയായിട്ട് എടുത്തു പറയാനില്ല. 24 മണിക്കൂറിനിടയിൽ സ്നേഹമില്ലേ? ഉണ്ട്, സ്നേഹമുണ്ട്, ഉള്ളിലുണ്ട്, സൊൾവാൻ വയ്യ. സാധനം എവിടെയും ഉപയോഗിച്ചതില്ല. ഇവിടെ സ്നേഹം പലപ്പോഴും ഉമ്മമാർക്കൊക്കെ ഈ കാലത്ത് സംഭവിക്കുന്ന എന്താ അറിയാം? മനസ്സിന് ജീവിതം ഒരു ഭാരമാണ്. എനിക്ക് കുറച്ചു മുമ്പ് ഒരു സ്കൂളിലെ ഒരു പാരന്റിങ് സെഷൻ ഇങ്ങനെ എടുത്തിട്ട് രക്ഷിതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞു. വലിയ ജനമുണ്ട്, വലിയ പാരന്റ്സിന് വലിയൊരു ലോകം തന്നെ. അതിൽ പുരുഷന്മാരാരും ചോദ്യം ചോദിച്ചില്ല. അതിൽ സ്ത്രീകളാണ് ഭൂരിപക്ഷം. സ്ത്രീകൾ മൈക്ക് വാങ്ങിയിട്ട് ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിക്കുന്ന ആൾ പറഞ്ഞു, ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞ ആളാണ്. അതിന് പുറമെ ഇന്നാലിന്ന ആളെ കോഴ്സുകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സതീ പറഞ്ഞതൊന്നും എൻ്റെ ലൈഫിൽ വിജയിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചു. ലൈഫ് ഭയങ്കര സങ്കടം തന്നെ. ഞാൻ ചോദിച്ചു, എവിടെയാ നിങ്ങൾക്ക് പ്രയാസം?
അവർ പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലുള്ള എല്ലാ പണിയും എടുത്ത് അവസാനം വൈകുന്നേരം ഭർത്താവിന്റെ ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഇവിടെ എന്തായിരുന്നു പണി? ഇതൊരു സഹിച്ചുകൂടാത്തൊരു ചോദ്യമാണ്. ഇതൊരു സഹിച്ചുകൂടാത്തൊരു ചോദ്യമാണ്. അപ്പോ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞൊരു മറുപടി, അതിലുപരി ഇവിടെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയാം, ലൈഫിൽ നാം ചെയ്യുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഷ്ടപ്പെട്ടാണോ നാം ചെയ്യുന്നത്, അവിടുന്ന് അങ്ങോട്ട് കഷ്ടപ്പാടുകളുടെ അധ്യായങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെടുത്ത് തുറന്നു വരും. ഇനി അടുത്തൊന്നും കഷ്ടപ്പാടുകളില്ലെങ്കിൽ കഷ്ടപ്പാട് ഒരു ഓട്ടോറിക്ഷ കൂട്ടിയിട്ട് നിങ്ങളെ മുറ്റത്തേക്ക് വരും. അമ്മാതിരി കഷ്ടപ്പാടായിരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ജോലികൾ ചെയ്ത് ശീലിച്ചാൽ. ഇവിടെ സൈക്കോളജി പറയുന്നത് എന്താ പറയുക, നിങ്ങൾക്ക് ചെയ്യുന്ന പണികളൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റണമെന്നാണ്. ചെയ്യുന്ന പണികളൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റണം, അങ്ങനെ ചെയ്യാൻ പറ്റണം. എന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമാണ്. അവിടെ ചിലർക്കൊക്കെ വളരെ കോംപ്ലിക്കേഷൻ ആകുന്ന, വല്ലാതെ സങ്കീർണമാകുന്ന ഒരു ഇടമുണ്ട്. അതെന്താ പറയുക, വീട്ടിലെ ഒരുപാട് ജോലികളുണ്ട്. ഈ ജോലികൾ എത്ര ചെയ്തിട്ടും തീരുന്നില്ല, എത്ര പണിയെടുത്തിട്ടും ജോലി തീരുന്നില്ല. അതിന്റെ കാരണം മേൽ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ തന്നെയാണ്. ഒന്ന്, കഷ്ടപ്പെട്ട് ചെയ്താൽ തീരൂല. രണ്ട്, പ്ലാനിങ് ഇല്ലാതെ പണിയെടുത്താൽ വീട്ടിലെ പണികൾ തീരൂല. ഇതിന് ഇസ്ലാം പറഞ്ഞ രണ്ട് ഫോർമുല ഉണ്ട്. ഒന്ന്, സമയബോധം. രണ്ട്, ഇഷ്ടപ്പെട്ട് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് അൻസ്വാരിയത്തുകളായ സഹോദരിമാരുടെ പ്രതിനിധിയായി ചിലർ വന്നു, സ്ത്രീകളിൽ നിന്ന്. അവര് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്കൊരു പരാതിയുണ്ട്. പ്രതിഫലം തീർത്ത് പുരുഷന്മാർക്ക്, ഞങ്ങൾക്ക് എവിടെ പ്രതിഫലം? എന്ത്? ഒരു ജുമ മുതൽ അടുത്ത ജുമ വരെയുള്ള ദോഷങ്ങളുടെ കഫാറത്താണ് ഒരു ജുമ. അത് പുരുഷന്മാർക്ക് ഉത്തരവാദിത്വം. അങ്ങനെയാണ് നബിതങ്ങളെ ദീനിൽ, ഇസ്ലാമിൽ അങ്ങനെയാണ്. ജുമ പുരുഷന്മാർക്കാണ്. ജമായത്ത്, പള്ളിയിലെ പരസ്യമായ ജമായത്ത്, അത് പുരുഷന്മാരുടെ നിർബന്ധ ഉത്തരവാദിത്വമാണ്. ഇസ്ലാമൊന്നും അറിഞ്ഞുകൂടാത്ത പാപം ഏതെങ്കിലും കുട്ടികൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ബഹളം വെക്കേണ്ട വിഷയമൊന്നുമല്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഈ പൊതുവായ ഉത്തരവാദിത്വമാണ് ജുമുഅ, ജമാഅത്ത് എന്ന് പറയുന്നത്. അത് പുരുഷന്മാർക്ക് അള്ളാഹുവിന്റെ ദീനെ ഏൽപ്പിച്ചു. അതേ സമയത്ത് അതെങ്ങാനും സ്ത്രീകൾക്കും അതുപോലെ ഉത്തരവാദിത്വം ആക്കിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഗതി? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. രാവിലെ സുബൈക്കും പോയി, ദുഹറിനും പോയി. ഉത്തരവാദിത്തമാണെങ്കിൽ, പുണ്യാണെങ്കിൽ എല്ലാ നേരവും ജമാഅത്ത് പുണ്യാണല്ലോ. സുബൈക്ക് പോയി, ദുഹറിനും പോയി, അസറിനും പോയി, മഗ്രിബിനും പോയി. എവിടുന്നാ ഇവർക്ക് ഇത് നടക്കും? ഒരു നേരം സുബൈക്ക് ഇറങ്ങണേ തന്നെ എത്ര സമയം വേണം? നമ്മൾ കാണുന്നില്ല, എവിടെങ്കിലും പോകണമെങ്കിലൊക്കെ. അങ്ങനെ സ്ത്രീകൾക്ക് ഒരു 5 നേരം പോക്കാക്കിയിട്ട് പിന്നെ പോകാൻ വരാൻ തന്നെ സമയം ഉണ്ടാവും. അമ്മാതിരി കഷ്ടപ്പാടായി. അതുകൊണ്ട് ഇസ്ലാം എന്ത് പറഞ്ഞില്ല, ആ പൊതുവായ ഉത്തരവാദിത്വം സ്ത്രീകൾ. പിന്നെ ചില മറ്റു മതക്കാർക്കൊക്കെ ചിലപ്പോൾ ഒരു തോന്നലുണ്ടാകും, ഈ പലപ്പോഴും ആരാധനാലയങ്ങളിൽ അവരുടേതല്ലാത്ത പലരും കയറിയാൽ അശുദ്ധമായി പോവുക എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനെ അശുദ്ധമായി പോകുന്ന പരിപാടിയേ ഇല്ല. അത് സ്ത്രീകൾ കയറിയാലും വേറെ മതസ്ഥർ കയറിയാലും പള്ളി അശുദ്ധമായി പോകുന്ന പരിപാടിയേ ഇസ്ലാമിലില്ല. മനുഷ്യൻ ഒരാളെയും അശുദ്ധമായി കാണുന്ന പ്രകൃതമൊന്നും ഇസ്ലാമിൽ എവിടെയില്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. കയറിക്കൂടായ്മയോ അല്ലെങ്കിൽ കണ്ടുകൂടായ്മയോ തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഒന്നുമല്ല. പക്ഷെ ഇതൊരു ഉത്തരവാദിത്വമാണ്. ജുമുഅ, ജമാഅത്ത് എന്നതൊക്കെ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ആർക്ക് ഏൽപ്പിച്ചിട്ടില്ല? സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് എന്റെ വിഷയം അവിടെ അല്ല. ഈ സ്ത്രീകൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താ? ഇവര് ചോദിച്ചു, ഇതെല്ലാം പുരുഷന്മാർക്ക്, ഞങ്ങൾക്ക് എവിടെ പ്രതിഫലം? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മറുപടി, നിങ്ങൾക്ക് ഈ പുരുഷന്മാർ ചെയ്യുന്ന ഇതിന്റെ എല്ലാം പ്രതിഫലം കിട്ടണോ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അൽമർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ. സ്ത്രീ ഗൃഹഭരണം നടത്താൻ ശീലിച്ചാൽ നിങ്ങൾക്ക് എല്ലാറ്റിൻ്റെയും പ്രതിഫലം കിട്ടും. അല്ലാത്തൊരു വാക്കട്ടോ. എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം പറയാൻ. ഒരു ദിവസം ഒരു സ്കൂളിൽ ഞാൻ ഇതുപോലെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ആ സ്കൂളിൽ ഏറ്റവും സ്മാർട്ടായ ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു, എനിക്കൊരു അപ്പോയിൻമെന്റ് തന്നെ, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് അവിടെ നിന്ന് ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ പോരാ, എനിക്ക് വിശാലമായ സമയം വേണം. അങ്ങനെ ഞാൻ ഹാപ്പി സോണിൽ തന്നെ സമയം കൊടുത്തു. ഇവര് പറയാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ്, എനിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്ത മോന് 7.5-8 വയസ്സ് സുമാർ.
ഇവൻ എല്ലാ വിഷയത്തിലും ഉഷാറ്, പഠനത്തിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, അച്ചടക്കത്തിൽ, എല്ലാറ്റിലും ഉഷാറ്. അതേസമയത്ത് രണ്ടാമത്തെ മോന് 3.5 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ഇവനാണ് എൻ്റെ തലവേദന. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ടീച്ചറുടെ എല്ലാം പോയി. കരയാൻ തുടങ്ങി. ടീച്ചർ കുറേ കരഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ അടുത്ത കാലത്തൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് എൻ്റെ കുടുംബ വീടുകളിലൊക്കെ പോക്ക് നിർത്തി, പബ്ലിക്കിൽ എവിടെയും പോക്ക് നിർത്തി. എന്താ കാരണം? ഇവനെ പോകണമെങ്കിൽ ഇവനെ കൊണ്ടുപോയാൽ അന്ന് ഞാൻ നാണം കെടും. കാരണം എല്ലാവരും ചോദിക്കും, ഏതായി ഇതിന്റെ തള്ളാന്ന് ചോദിക്കും, ഇതിന്റെ ഉമ്മ ആരാണ് എന്ന് എല്ലാവരും ചോദിക്കും. എന്തേ കാരണം? ഈ 3.5 വയസ്സുകാരന്റെ വികൃതി സഹിക്കവയ്യ. ഈ ടീച്ചർ പറയുന്നു, എനിക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ ഭർത്താവിനോ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കോ ഇങ്ങനെ പ്രകൃതയില്ല. രണ്ടാളെ എനിക്കറിയാം. രണ്ടാളും നല്ല ശാന്ത പ്രകൃതക്കാരൻ, നല്ല സ്വഭാവക്കാരാണ്. പക്ഷേ ഈ 3.5 വയസ്സുകാരൻ ഇമാതിരി വികൃതിക്കാരനായിട്ട് എത്രത്തോളം എന്നറിയോ? ഇവര് പറയാ, അയൽ വീട്ടിലെ കുട്ടികളൊന്നും എൻ്റെ വീട്ടിൽ വരൂല, കാരണം ഈ 3.5 വയസ്സുകാരനെ പഠിച്ചു. അങ്ങനെ വികൃതി വേദനയാക്കുകയും പ്രയാസപ്പെടുത്തുകയും ആക്രമിക്കുകയും എല്ലാത്തരം അത്തരം പേക്കൂത്തുകളും ഇവൻ കാണിക്കുന്നു. ടീച്ചർ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യാം? അങ്ങനെ ഞാൻ ടീച്ചറുടെ എല്ലാ പറച്ചിലും കേട്ടതിന് ശേഷം ഞാൻ ടീച്ചറോട് 2 A4 എടുക്കാൻ പറഞ്ഞു. എൻ്റെ മേശപ്പുറത്ത് എടുത്തു. പേന എടുക്കാൻ പറഞ്ഞെടുത്തു. ഇവരോട് ഞാൻ ഈ ടീച്ചറുടെ ആദ്യത്തെ കുഞ്ഞിന് പ്രഗ്നന്റായ, ഗർഭം ധരിച്ച ആ സമയം മുതലുള്ള ഓരോ സമയം എഴുതാൻ പറഞ്ഞു. ആ എഴുതിയ സമയത്തൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിച്ചു. 2 നേരം ഇങ്ങനെ എഴുതിച്ചു. എപ്പോഴും ആ സമയത്ത് ആദ്യത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് ഈ ടീച്ചർ ഫ്രീയാ. മുലയൂട്ടുന്ന സമയത്ത്, വളരുന്ന സമയത്തൊക്കെ ഈ ടീച്ചർ ഫ്രീയാ. ടീച്ചർ ടീച്ചിങ്ങിലേക്ക് കടന്നത് ഈ കുട്ടി പക്വതയാർന്നതിന് ശേഷമാണ്. അതേസമയത്ത് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചതും അതുപോലെ പ്രസവിച്ചതും കുറഞ്ഞ സമയമല്ലാത്ത ബാക്കിയുള്ള സമയത്ത് ടീച്ചർ ടീച്ചിങ്ങിലാണ്. ഞാൻ ചോദിച്ചു, അന്ന് നിങ്ങൾക്ക് ഈ കുട്ടിക്ക് മാതൃത്വത്തിന്റെ പേരിലുള്ള പ്രസൻസ്, മാതാവ് എന്ന സാന്നിധ്യം കൊടുക്കാൻ പറ്റിയിരുന്നോ? ഇല്ല. ആ ടീച്ചറോട് ഞാൻ ചോദിച്ച ചോദ്യം ഇത്ര ചോദിച്ചു കഴിയുമ്പോഴേക്ക് തന്നെ ടീച്ചർ ആകെ വേർത്തു. ഞാൻ ചോദിച്ചു, എവിടെയാ മിസ്റ്റേക്ക്? ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കിന്റെ പ്രശസ്തി. ഒരു ടീച്ചറായിട്ട് 40 കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ് സ്വന്തം കുഞ്ഞിന് മാതാവാവുക എന്ന് പറയുന്ന ആ വലിയ ഉത്തരവാദിത്വം. ആ കുഞ്ഞിന് മാതാവാകാൻ ഈ ടീച്ചർക്ക് പറ്റിയാൽ ആ കുഞ്ഞ് നാളെയുടെ പ്രധാനമന്ത്രിയോ നാളെയുടെ വലിയ സ്വാലിഹായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഒരാളോ അങ്ങനെ ഉയർന്ന പൊസിഷനിലേക്ക് വരാൻ ഈ മാതാവിന്റെ മാതൃത്വം കൊണ്ട് സാധിക്കും. അതേസമയത്ത് ഈ സഹോദരി ഒരു IAS, IPS, IFS തുടങ്ങിയ ഉയർന്ന ഏതെങ്കിലും തസ്തികകളിലേക്ക് വന്ന് സമൂഹത്തെ നയിച്ചു എന്നതുകൊണ്ട് ഈ സ്വന്തം മക്കൾക്ക് മാതൃത്വത്തിന്റെ പേരിൽ നൽകുന്ന ഈ ഒരു പ്രൊഫഷൻ അത് നിർവഹിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഗൃഹഭരണം നടത്തുന്നതിന്റെ ആ ഒരു ശരിയായ റൂട്ട് മനസ്സിലായി കഴിഞ്ഞാൽ, ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയാൽ, ഇസ്ലാം പറയുന്നു മഹത്വമുള്ളതാണ്, പുണ്യമുള്ളതാണ്. നമ്മളെ വീട്ടില് 4 ആള് നാസ കഴിച്ചു കഴിഞ്ഞു, പ്ലേറ്റ് കൊണ്ടുവന്ന് ബേസലിലിട്ട് പ്ലേറ്റ് കഴുകാൻ രാവിലെ 8:30 കഴിച്ച നാസയുടെ പ്ലേറ്റ് കഴുകുന്നത് 11:30 മണിക്ക്. അടുത്ത ചോറിന്റെ സമയമാകും. പടച്ചോനെ, ഇത് കഴുകുന്നത് ഓർക്കുമ്പോ തന്നെ ഈ സഹോദരിക്ക് ഊരവേദനയാകാൻ തുടങ്ങി. എന്താ വിഷയം? ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന് സമയബോധം. ഈ സമയബോധം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇസ്ലാം നമുക്ക് തന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് ലൈഫിൽ. അതാണ് നിസ്കാരം. സുബഹി നിസ്കരിക്കുക, ളുഹർ നിസ്കരിക്കുക, അസ്ർ നിസ്കരിക്കുക. ഈ നിസ്കാരത്തിന്റെ സമയബോധം ഉൾക്കൊണ്ടാൽ നമുക്ക് എവിടെയും ഈ ഒരു സാധനം അപ്ലൈ ചെയ്യാൻ പറ്റും. രാവിലെ നാസ്ത കഴിച്ച ഉടനെ ആ പ്ലേറ്റ് കഴുകി വെക്കുകയാണെന്ന് കരുത്. ഇപ്പൊ 4 ആള് കഴിച്ച പ്ലേറ്റ് ഒരു 5, 6, 7 പ്ലേറ്റ് ഉണ്ട് എന്ന് കരുതുക. ആ പ്ലേറ്റ് കഴുകാൻ നാസ്ത കഴിച്ച ഉടനെയാണെങ്കിൽ ഓരോന്നിനും ഒരു 2, 3, 4 സെക്കൻഡേ ആവശ്യമാവുള്ളൂ. അതേസമയത്ത് അത് നിങ്ങൾ 11 മണിക്കാ 11:30 കഴുകുന്നതെങ്കിൽ ഓരോന്ന് കഴുകാനും 2, 3 മിനിറ്റ് വരും. അപ്പൊ എത്ര സമയമാണ് നഷ്ടം എന്ന് ആലോചിച്ചു.
ഈ ബേസിന്റെ അടുത്ത് കുനിയുന്ന കുനിച്ചിലുണ്ടല്ലോ, ആ കുനിച്ചിലിന്റെ ഡിഗ്രി വളരെ ചെറുതാ. ഈ ചെറിയ ഡിഗ്രിയിൽ കുനിയുമ്പോ ലംബാർ സെറ്റിൽ, നമ്മുടെ ഈ സ്പൈനൽ കോഡിലെ ലംബാർ സെറ്റിൽ ഏറ്റവും കൂടുതൽ ലോക്ക് വരാനും നീര് വരാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ നീര് വന്നാൽ അടുത്ത ജംഗ്ഷനായ സിയാറ്റിക്കയിൽ നിങ്ങൾക്ക് നെർവസിൽ ബ്ലോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് താഴെയുള്ള കാലിന്റെ വേദന വരാനും ഞരമ്പുകളിൽ ബ്ലോക്ക് വരാനും കാരണമാകും. ചിലപ്പോൾ അത് വെരിക്കോസ് വെയിനിനും കാരണമായേക്കാം. എന്നാൽ എത്ര സുഖാണ്, രാവിലെ കഴിച്ച ഈ പ്ലേറ്റ് കഴുകണമെങ്കിൽ എന്തു വേണം അറിയാം. എനിക്ക് ഇത് കഴുകി വെക്കുന്നതിന് ജമാഅത്തിന് കൂടിയതുപോലെ, ജുമാക്ക് പോകുന്നത് പോലെ മഹത്വമുള്ള പുണ്യമുള്ള അമലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തോന്നിയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പ്ലേറ്റ് കഴുകാൻ നിന്ന സമയത്താണെങ്കിൽ കുഞ്ഞൻ ഉമ്മാന്ന് വിളിച്ചതെങ്കിൽ അതിന്റെ ജവാബ് ഒരു സ്ഫോടനമായിരിക്കും. ഉമ്മാന്ന് വിളിക്കുന്ന കുട്ടിയുടെ ഈ വിളിക്ക് ഉമ്മാന്റെ ഉത്തരം അതൊരു ഒന്നൊന്നര ഉത്തരമായിരിക്കും. മേലാല് കുട്ടിക്ക് ഉമ്മാന്ന് വിളിക്കാൻ തോന്നില്ല, അമ്മാതിരി ഞെട്ടിക്കലായിരിക്കും അതിങ്ങനെ കിട്ടുന്ന ഉത്തരം. ഇങ്ങനെയാകുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കാഴ്ചപ്പാടുകൾ, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഈ കാഴ്ചപ്പാട് സെറ്റായി കഴിഞ്ഞാൽ അവിടെ നമ്മോട്ട് സന്തോഷമാണ്. കാരണം എന്താ? എനിക്കിത് പുണ്യമുള്ളതാണെന്ന ബോധ്യമുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഒരു വിഷമം ഉണ്ടാവില്ല. അല്ലെങ്കിൽ വിഷമത്തോടെ എന്താ എന്ന് ചോദിച്ചാൽ കുട്ടീന്റെ സ്വഭാവവും മാറും. ഈ കുട്ടീന്റെ സ്വഭാവം എവിടെയൊക്കെ മാറും? ഉമ്മാനോടും മാറും, പാപ്പാനോടും മാറും, അയൽവാസികളോടും മാറും, ക്ലാസ്സിൽ പോയ ക്ലാസ്സിലും മാറും. ആരാ ഇത് പഠിപ്പിക്കുന്നത്? ആരാ സെറ്റ് ചെയ്യുന്നത്? നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ മാനസികാവസ്ഥയാണ്. ഇത് മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തോട് നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അങ്ങനെയായി മാറണം. ഇന്ന് അതിൽ വളരെ പ്രയാസത്തിലാണ്. ഒരുപാട് ത്വലാഖ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഈ ത്വലാഖ് കേസുകൾ എന്തുകൊണ്ടാണ് ഈ ത്വലാഖ് കേസുകളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്? അവളെ പുതിയ പെൺകുട്ടികളെയൊക്കെ നമ്മൾ ചിലരൊക്കെ ആക്ഷേപ സ്വരത്തിൽ പറയും, പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര കിബിറ. എന്തേ? കല്യാണത്തിന്റെ പ്രായമായിട്ട് ചോദിച്ചാൽ പറയും കല്യാണം വേണ്ട, പഠിച്ചിട്ട് മതി. പഠിച്ചിട്ടൊരു വേദികത്തിൽ ജോലിയായിട്ട് മതി. നമ്മൾ വിചാരിക്കും ഇവരെ കിബിറാണ്. കിബിറൊന്നുമല്ല. വീട്ടിലെ മൂത്ത പെങ്ങളെ, ജ്യേഷ്ഠത്തിയുടെ അനുഭവം, കല്യാണം കഴിഞ്ഞ അനുഭവം നോക്കിയാൽ അവിടെ ദുരിതം. ഇവരുടെ എളാപ്പാന്റെ ഭാര്യയെ നോക്കിയാൽ അവിടെ ദുരിതം. ഇവരുടെ ഒരു അമ്മാവന്റെ ഭാര്യയെ നോക്കിയാൽ അവിടെ ദുരിതം. ഇങ്ങനെ ഇവർക്കറിയാവുന്ന ദാമ്പത്യ ജീവിതത്തിലുള്ള ഇടത്തെല്ലാം ദുരിതങ്ങൾ അവർ കണ്ടിട്ട് അവർ വിശ്വസിക്കുന്നു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതമാണ്. എന്നിട്ട് ഞാൻ വിഡ്ഢികളെന്ന് പറയേണ്ട, തൽക്കാലം പറയുന്നില്ല, അങ്ങനെയുള്ള ചിലർ എന്ത് ചെയ്യുമെന്നറിയോ? പ്രണയമാണ് സുരക്ഷിതം എന്ന് വിശ്വസിക്കും. എന്നിട്ടോ പ്രണയത്തിലൂടെ പോകും. പ്രണയത്തിലൂടെ പോയാൽ എന്താ കിട്ടുക? ഈ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ചോദിക്കാനും പറയാനും ഉമ്മയും ബാപ്പയും കാരണവരെങ്കിലും ഉണ്ടാകുമെന്ന് വെക്കും. അതേസമയത്ത് പ്രണയത്തിലൂടെ തുടങ്ങിയാൽ ഉമ്മാനെയും തെറ്റിച്ചു, ബാപ്പാനെയും തെറ്റിച്ചു, അമ്മാവന്മാരെയും തെറ്റിച്ചു, പിന്നെ ആരുമില്ല. ഇങ്ങനെയായിട്ട് എന്താ കാര്യം? പ്രണയമായതുകൊണ്ട് സുരക്ഷിതമാവോ? ഇല്ല. കാരണം ആ ഒരു പ്രകൃതം എന്ന് പറയുന്നത്, ഒരു സ്പേം കത്തി നിൽക്കുന്ന പുരുഷൻ, ഒരു എഗ്ഗ് കത്തി നിൽക്കുന്ന സ്ത്രീ, അവരുടെ ആ മനോഭാവം അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാൽ എല്ലാം മാറും. ദാമ്പത്യ ജീവിതം സെറ്റായ അപ്പൊ തുടങ്ങും തെറ്റാൻ. അതുകൊണ്ട് തന്നെ അറേഞ്ച് മാരേജിന് വേണ്ടി വാദിച്ച്, അറേഞ്ച്ഡ് മാരേജ് ലവ് മാരേജിന് വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്ത് മാരേജ് കഴിച്ച നമുക്കറിയാവുന്ന 80% കേസും ഫെയിലിയറാണ്, പരാജയമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളത് അറേഞ്ച്ഡ് മാരേജിലാണ്. കാരണം എന്താ? ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. ഇവിടെ വിഷയം ഞാൻ പറയുന്നത് അതല്ല. ഇപ്പോ പുതിയ തലമുറക്കുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ചാൽ സുരക്ഷിതമാകാനുള്ള വഴി എന്താ അറിയാം? പഠിക്കുക. നന്നായിട്ട് പഠിക്കാനൊന്നും വയ്യെങ്കിൽ ഏതെങ്കിലും നഴ്സിനോ അല്ലെങ്കിൽ ഇതിനെങ്കിലും പോവുക. എന്നിട്ട് രാവും പകലും ഇല്ലാണ്ട് ഇങ്ങനെ ജോലി ചെയ്യുക. എന്നിട്ടോ ഒരു വീട്ടിലെ ഒരമ്മായിമാന്റെ ആട്ടും തുപ്പും കേൾക്കാൻ പേടിയായിട്ട് നാട്ടുകാരെല്ലാരെയും ആട്ടും തുപ്പും കേൾക്കുക. ഭയങ്കര ലോജിക്കാണ്. ഇവര് കരുതുന്നത് എന്താ? ഇവര് കരുതുന്നത് ഒരു പ്രൊഫൈൽ ഉണ്ടായാൽ പിന്നെ സേഫാണ്, എനിക്ക് ജീവിക്കാനുള്ളത് എൻ്റെ കയ്യിൽ ഉണ്ടായാൽ സേഫാണ്. എന്നാൽ ഇവർക്കൊരു 10,000 രൂപ കിട്ടിയാൽ എവിടെയെങ്കിലും തികയോ?
ഇനി ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി ഏതാ? ഞാൻ അതിനെയൊന്നും വിമർശിക്കുകയല്ല. എൻ്റെ വിമർശനം പോയിന്റ് എവിടെയാണെന്നറിയോ? ഒരാൾക്ക് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സ്ത്രീകൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നതോ സ്ത്രീകൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാകുന്നതോ ഒരിക്കലും തെറ്റല്ല. കാരണം നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, ആ മഹദി ഒരു വലിയ സമ്പന്നയാണ്, വലിയൊരു ബിസിനസ് പ്രൊഫൈലുള്ള ആളാണ്. എന്താ കുറവ്? പക്ഷേ വിവാഹ ജീവിതത്തിനുണ്ടാകേണ്ടത് എന്താണെന്നറിയോ? അത് ചില സോഫ്റ്റ് സ്കില്ലുകളാണ്, ചില സ്വഭാവ മഹിമകളാണ് വിവാഹ ജീവിതത്തിന് നേടിയെടുക്കേണ്ടത്. അതുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നയായാലും ദരിദ്രയായാലും ഹൈ പ്രൊഫൈൽ ഉള്ളവരാണെങ്കിലും ലോ പ്രൊഫൈൽ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് സമൃദ്ധമായി ജീവിക്കാൻ പറ്റും, സമ്പന്നമായി ജീവിക്കാൻ പറ്റും, സ്നേഹമസൃണമായി ജീവിക്കാൻ പറ്റും. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് മർമ്മപ്രധാനമായ വിഷയങ്ങളിലൂടെ അധികം ദീർഘിപ്പിക്കാതെ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. കുറച്ചു മുമ്പ് നമ്മളൊരു പ്രോഗ്രാമിൽ വരുന്നൊരു സഹോദരി, ഈ സഹോദരി കുറേ കൗൺസിലിങ്ങുകൾക്ക്, വ്യത്യസ്തമായ ടീമിന്റെ കൗൺസിലിങ്ങുകൾക്ക് പോയിട്ടുണ്ട്, ഒരുപാട് കൗൺസിലിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. ഈ കൗൺസിലിങ്ങുകളൊക്കെ പോകുന്ന സമയത്ത് ഈ സഹോദരിക്ക് ആകെ ടെൻഷൻ കൂടി, മെഡിസിൻ ഓരോ ഡോസും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഹാപ്പി സോണിന്റെ ഒരു ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരുന്നത്. ആദ്യം വരുമ്പോൾ ഇവരുടെ വിഷമങ്ങൾ, ഭർത്താവിന്റെ മാതാവിന്റെ പ്രശ്നം, ഭർത്താവിന്റെ പിതാവിനെ കുറിച്ചുള്ള പ്രശ്നം എല്ലാം പറഞ്ഞിങ്ങനെ സമനില വിട്ട് നിൽക്കുക. അപ്പോ ഞാനിങ്ങനെ ഈ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്നു, പരിഹാരം പറയുന്നു. ഇങ്ങനെ കേൾക്കുമ്പോ ഇവര് കണക്ക് കൂട്ടി എന്നോടും എന്തു പറയും, ഇവരോടൊക്കെ പറഞ്ഞ പോലെ എന്നോടും പറയുമെന്ന് കണക്ക് കൂട്ടിയിട്ട് അവര് ഖിയാസാക്കി. ഖിയാസും അൽ ഫാരിഖ് നമ്മൾ പറയാറുണ്ട്. പണ്ട് ഒരു ചങ്ങായിന്റെ ഖിയാസ് പറയാറുണ്ട്. ഇപ്പൊ പറഞ്ഞ ഒരു അധികമായി പോകുന്നതുകൊണ്ട് തൽക്കാലം അതവിടെ വെക്കാം, ഞാൻ ലാസ്റ്റ് പറയാം. അതായത് ഞാനിത് പറഞ്ഞാൽ പലരുടെ പ്രശ്നം പറയുമ്പോഴും പ്രശ്നം പറഞ്ഞു തീരുമ്പോ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്റെ ഒരു സ്റ്റൈല് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരും എന്നോട് പറയുമ്പോ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് മനസ്സിലാക്കി. ഈ മാതാപിതാക്കളെയൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ തീരും, അതുകൊണ്ട് അവർ പറഞ്ഞില്ല, അവരങ്ങനെ ഖിയാസായി. പിന്നെയും 2-3 മാസം കഴിഞ്ഞ് പ്രശ്നം രൂക്ഷമായപ്പോൾ വീണ്ടും ഹസ്ബൻഡ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കേസ് ഉണ്ടല്ലോ ഇങ്ങനെ. ഞാൻ ചോദിച്ചു, അവര് സെഷനിൽ വന്നിട്ട് പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്തേ? അത് എന്നോട് ഇങ്ങനെ പറയുമെന്ന് മനസ്സിലാക്കിയിട്ട് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ സെഷനിൽ തന്നെ വിഷയങ്ങൾ പറയാം, ഞാൻ പരിഹാരം പറയും, കേൾക്കാം. അങ്ങനെ കഴിഞ്ഞു. പറഞ്ഞു, ഭർത്താവിനെ കുറിച്ചും ഭർത്താവിൻ്റെ ഉമ്മയെ കുറിച്ചും എല്ലാവരെ കുറിച്ചും പരാതികളൊക്കെ പറഞ്ഞു. ഈ പരാതികളെല്ലാം പറഞ്ഞു ഞാനെല്ലാം കേട്ടതിന് ശേഷം അവരോട് പെരുമാറുന്ന പെരുമാറ്റത്തിലെ വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം പരിശോധിക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അതിലപ്പുറമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങളൊരു 4 ആഴ്ചയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ. എന്താ വേണ്ടത്? ഒന്നാമത്തേത്, നമ്മളൊരു വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആ വീട്ടിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യർ, അതിൽ ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ഉപ്പ തുടങ്ങിയ ഏതൊരു മനുഷ്യരും, ആ മനുഷ്യർക്ക് സന്തോഷം കൊടുക്കാനുള്ള കഴിവ് അത് നിങ്ങളുടെ യോഗ്യതയാണ്. അതിന് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടരുത്. എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മളെ വീട്ടിൽ ജീവിക്കുന്ന ഒരാളെ നമ്മൾ ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, അവരെ ബഹുമാനിക്കുന്നു എന്ന് മനസ്സിലാകുന്ന പ്രത്യക്ഷമായ ഒരു വാക്ക്, ഭർത്താവിൻ്റെ ഉമ്മയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ ഉമ്മ ഞാൻ ഇത് ചെയ്യട്ടെ എന്നൊന്ന് ചോദിക്കുക, ഒന്ന് സന്തോഷത്തിന്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അവർക്കത് ഒരു മനസ്സോടെ അവർ അംഗീകരിച്ചു. ഞാനതൊരു ചാർട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു, ആ ചാർട്ടിൽ ടിക്ക് ചെയ്യാൻ പറഞ്ഞു. അടുത്തത് എന്താണ്? 2ാമത്തെ മാറ്റർ, ഭർത്താവിൻ്റെ ഉമ്മയോ ഭർത്താവിൻ്റെ ഉപ്പയോ നിങ്ങളോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാതി പറയുന്നു, നീ അടിച്ചു വാരിയത് ശരിയായിട്ടില്ല, പാചകം ചെയ്തത് ശരിയായിട്ടില്ല എന്ന് പറയുന്നു എന്ന് സങ്കല്പിക്കുക. അവര് പറയുന്ന പരാതി അവര് പറയുന്ന ഉദ്ദേശത്തിൽ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. അതായത് നിങ്ങൾ ആ സ്ഥാനത്തിൽ എങ്ങനെ ഉണ്ടാകും അതുപോലെ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. കേട്ടിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു സോറി പറയുമ്പോൾ ശ്രദ്ധിക്കണം, അവർക്ക് മനസ്സിലാകുന്ന ഒരു സോറി, അപ്പോളജീസ്, ഈ സോറി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ശ്രദ്ധിക്കാം, ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കട്ടോ, പൊരുത്തപ്പെടണേ, ഇറങ്ങാറായി പോയിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് പറയാം.
അതും അപ്പൊ അവര് പിന്നെയും ചോദിച്ചു, അന്നേരം എന്റെ ഭാഗത്ത് തെറ്റെന്ന് വരൂലേ? ഇല്ല, അതൊരു സംസ്കാരമാണ്. സോറി പറയാന്ന് പറയുന്നത്, ആഫു പറയുക എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, ഒരു സമൃദ്ധമായ സംസ്കാരമാണ്. അതിന്റെ അർത്ഥം ഞാൻ തെറ്റിയതൊന്നും അർത്ഥമൊന്നുമില്ല. ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുവരെ തലാഖ് തീരുമാനിച്ച കേസാണ്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കേസാണ്. ഈ ഒരു വിഷയത്തിനാണ് ആൾ ആത്മഹത്യ ചെയ്യുന്നത്. ഈ സ്കില്ല് കയ്യിലുണ്ടെങ്കിൽ ജീവിതം സമൃദ്ധമാണ്. ഇതേ സെഷനിൽ ഇരിക്കുന്ന മറ്റൊരു സഹോദരി, അവര് വരുന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ? എനിക്ക് 2.5 വയസ്സുള്ള 2.5-3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അതെ, എന്റെ സ്ഥിതി എന്താ അറിയാം, ഇപ്പൊ ഞാൻ കാരണം എന്റെ കുട്ടിക്ക് കൂടി അസുഖം വരാൻ തുടങ്ങി. ഞാനാണെങ്കിൽ സ്ഥിര രോഗിയാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ തളർന്നു വീണു പോവുക, എത്ര മരുന്ന് കുടിച്ചിട്ടും അസുഖം മാറുന്നില്ല. ഇവരുടെ ലൈഫ് ഇങ്ങനെ കേട്ടു. അവരെന്നോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചത് എങ്ങനെയാണെന്നറിയോ? എന്റെ വീട്ടിൽ നിന്ന് എന്റെ വാപ്പാന്റെ ഉമ്മന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളതായിരുന്നു എന്റെ സന്തോഷം. എന്റെ സഹപാഠികളുടെ പലരുടെ കല്യാണത്തിനും കൂടുമ്പോൾ അവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കരച്ചിലുണ്ടാവും. എനിക്ക് കരച്ചിലേ വന്നിട്ടില്ല, എനിക്ക് സന്തോഷമായിരുന്നു, വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാണ്. പക്ഷെ ഇത് അതിലും വലിയ ദുരിതമായിപ്പോയി. സങ്കടം തീരാനാ ഹർജി കൊടുത്ത് പാസ്സായത് മഹാസങ്കടം എന്ന് പറഞ്ഞു പണ്ടൊരാൾ. അതുപോലെ ആയിപ്പോയി ഇയാളുടെ കേസ്. എന്താ? ഭർത്താവിന്റെ വീട്ടിലുണ്ട് ഒരു ഉമ്മ. ഈ ഉമ്മാന്റെ സ്വഭാവം എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം ഉണ്ടോ, ഉദാഹരണത്തിന് അവർ പറഞ്ഞു എനിക്ക് ഷവർമ്മ ഇഷ്ടം. ഷവർമ്മ ചിലപ്പോഴൊക്കെ വീട്ടിൽ ഹസ്ബൻഡോ ആരെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നാൽ അതിൻ്റെ ഒരു പീസ് എനിക്ക് കിട്ടാതിരിക്കാൻ ഉമ്മ കാണിക്കുന്ന സാമർത്ഥ്യം അതീവ സാമർത്ഥ്യമാണ്. ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം ആരെയും തിന്നാൻ സമ്മതിക്കൂല, എങ്ങനെയെങ്കിലും ഒരു കുഴപ്പമാക്കിയിട്ട് അത് മുടങ്ങും. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാറ്റിനും പരാതിയും. എന്നിട്ട് എത്രത്തോളം അറിയോ, ചിലപ്പോഴൊക്കെ അലക്കാൻ നിന്നാൽ അപ്പൊ തുടങ്ങും ഉമ്മ പറയും. ഈ പറയുന്ന കേട്ട് കേട്ട് ചിലപ്പോഴൊക്കെ ഞാൻ അലക്ക് കല്ലിൽ തളർന്ന് വീണു പോയിട്ടുണ്ട്. എന്നാൽ ബോധം തെളിഞ്ഞാൽ അന്നേരം ഉണ്ടാവും ഉമ്മ പിന്നെയും പറയുന്നത് ഇതുപോലെ തന്നെ. എന്നോട് പറഞ്ഞു, 4 തലമുറയിനാൽ ഒന്നിച്ച ശമിക്കുക, ഒരാളെ മാത്രം ശമിച്ച് തീർക്കൂല. ഇങ്ങനെ സങ്കടം കൊണ്ട് സങ്കടം. അവരെ വാക്ക് കെട്ടിയാൽ എനിക്ക് തോന്നുന്നു ഈ അമ്മായി ഉമ്മാൻ അള്ളാഹു പഠിച്ചത് ഇവരെ അതാപാക്കം മാത്രം പഠിച്ചതാണ്. അമ്മാതിരി കഷ്ടപ്പാട്. ഞാൻ അവരോട് പറഞ്ഞു ഇതുപോലെ. അവർ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു, അല്ല ഉസ്താദെ, ഈ പ്രശ്നം തീരാൻ എന്നെയാണോ ക്ലാസ്സിന് പങ്കെടുപ്പിക്കേണ്ടത്, ആ ഉമ്മാനല്ലേ? ഞാൻ ചോദിച്ചു, സങ്കടം നിങ്ങൾക്ക് തീരണോ? ആ തീരണം, എന്നാ നിങ്ങൾ തന്നെ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇതുപോലെ അവരോട് പെരുമാറ്റം പറഞ്ഞു. 1-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആശ്വാസമെല്ലാം ഉണ്ട്, പക്ഷെ ഒരു പോരോ, അങ്ങോട്ടൊന്നും പെരുമാറിയിട്ട് ഇങ്ങോട്ടൊരു മാറ്റമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ എന്താകരുത്, തിരിച്ചയാൾ എന്നെയും കൂടെ സ്നേഹിക്കണം എന്ന കണ്ടീഷൻ കൂടെ സ്നേഹിക്കരുത്. അത് ലവ് ഈസ് എ 1-വേ പ്രോസസ്. നമ്മൾ സാധാരണ പറയുന്നുണ്ട്, ഒരു പാലിട്ടാൽ അങ്ങോട്ടും കിടക്കണം ഇങ്ങോട്ടും കിടക്കണം. പാലത്തുമ്മലാണ്, സ്നേഹത്തുമ്മലില്ല. സ്നേഹം എന്ന് പറയുന്നത് എന്താ അറിയോ, അതിന്റെ ഒറിജിനൽ ലവ് ഈസ് എ 1-വേ പ്രോസസ്. അങ്ങനെയാണെങ്കിൽ സ്നേഹം 2-വേ പ്രോസസ്സിലേക്ക് വിജയിക്കും. കാരണം അത് 2 സ്നേഹമായി മാറും. ഒരു സ്നേഹം, നമ്മൾ സ്നേഹിക്കേണ്ടത് എപ്പോഴും നമുക്ക് പ്രതിഫലം കിട്ടാൻ, നമുക്ക് സ്നേഹിച്ച സുഖം കിട്ടാൻ, നമുക്ക് അള്ളാന്റെ അടുത്ത് അതിന്റെ പ്രതിഫലം കിട്ടാൻ. നിങ്ങൾ ആ മൈൻഡിലൂടെ സ്നേഹിച്ചു നോക്കൂ. ഈ ഉമ്മാക്ക് നമ്മൾ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ തിരിച്ചൊരു ശുക്ർ ആവശ്യമില്ല. ലാ നുരീദു മിൻകും ജസാഅൻ വല ശുക്ർ. താങ്ക്സ് പോലും വേണ്ട. പിറ്റേത്തെ ആഴ്ച ഈ ഗുണങ്ങൾ പറഞ്ഞു, ഭയങ്കര സന്തോഷമായി ഉസ്താദെ. കാരണം എന്താ, ഞാൻ ആ മൈൻഡ് എന്റെ സെറ്റിലായിട്ട് ചെന്ന് നോക്കുമ്പോൾ തന്നെ ഉമ്മാന്റെ പെരുമാറൊക്കെ മാറിയിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് അങ്ങോട്ട് പെരുമാറാനൊന്നും സമയം കിട്ടിയിട്ടില്ല. എന്റെ മൈൻഡ് ഇവിടുന്ന് മാറിയപ്പോൾ തന്നെ അവിടെ ഉമ്മ മാറിയിട്ടുണ്ട്. 3-ാമത്തെയോ 4-ാമത്തെയോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ആഴ്ചയിലെ ക്ലാസ്സിൽ വരുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഈ ഉംറക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സിന് പോവുകയാണ്. എന്തേ കാരണം, ഈ ജന്മത്തിൽ എനിക്ക് ഉംറക്ക് പോകാൻ ആ ഉമ്മ സമ്മതിക്കൂലായിരുന്നു. പക്ഷെ മാറി. എത്രത്തോളം എന്നറിയോ, അവർക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല. എന്താ അവർ പറയാണ്, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വരാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എനിക്കുള്ള ഭക്ഷണം ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ അടിച്ചു വരാൻ വേണ്ടി, ക്ലാസ്സിന് വരാൻ വേണ്ടി നേരത്തെ അടിച്ചുവാരൽ കഴിക്കട്ടെ എന്ന് നോക്കുമ്പോൾ ഉമ്മ അടിച്ചുവാരിയിട്ടുണ്ട് ചരിത്രത്തിൽ ആ ഉമ്മയുടെ. ഇങ്ങനെയെല്ലാം ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. എനിക്ക് ജീവിതം സ്വർഗീയമാക്കി മാറ്റിയത് എന്റെ ചെറിയ പെരുമാറ്റം. ഇതിനാ ഓരോരുത്തരും നേഴ്സാകുന്നതും ഡോക്ടറാകുന്നതും അക്കൗണ്ട് ആകുന്നതും ഒക്കെ. ഇത് പേടിച്ചിട്ടാ. എന്നാ അതുകൊണ്ട് തീർന്നുണ്ടോ? ഇല്ല, പിന്നെയും കഷ്ടപ്പാടാൻ. ഏതാ വേണ്ടത്?
ധന്യമായ മാരേജ് ലൈഫ്, ദാമ്പത്യ ജീവിതം വിജയിക്കാൻ, നിങ്ങളുടെ കുടുംബ ജീവിതം വിജയിക്കാൻ ഉണ്ടാകേണ്ടത് നിങ്ങളുടെ സമ്പത്തോ പ്രൊഫൈലോ അല്ല, നിങ്ങൾക്ക് പെരുമാറാൻ അറിയാമോ? ഏത് തരം മനുഷ്യനെയും നിങ്ങൾക്ക് നല്ല ലൈനിലൂടെ കൊണ്ടുവരാൻ കഴിയും. ഇനി എന്റെ മാറ്റർ അവിടെയൊന്നുമല്ല. പലപ്പോഴും നമ്മൾ ഈ മദ്രസയൊക്കെ നടത്തുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താ? നമ്മുടെ മക്കളിൽ ഇസ്ലാമിക ബോധം വേണം, നിസ്കാരവും ഇബാദത്തും സ്വഭാവവും ഒക്കെ മെച്ചപ്പെടണം, നല്ലൊരു മുസ്ലിമായി നമ്മുടെ മക്കൾ ജീവിക്കണം. എന്നാൽ മദ്രസ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, അഥവാ മദ്രസയിൽ ഇപ്പോൾ നമ്മൾ ഹാപ്പി സോണിന്റെ ഒരു പ്രൊജക്റ്റ് കൂടി അസൈൻ ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ പറയുന്നത് കുറച്ചുകൂടി മേലെയാണ്. അതായത് നമ്മുടെ മക്കൾക്ക് ഇത്തരം മതബോധം കൃത്യമായി അവർ സ്വയം തന്നെ നിസ്കരിക്കും, സ്വയം തന്നെ അവർ പഠിക്കും, സ്വയം തന്നെ അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെ പുറമെ അവരുടെ അക്കാദമിക് പഠനവും കൂടെ നമുക്ക് മദ്രസയിലൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിന് നാം ഈ പ്രൊജക്ട്, ഈ ഹാപ്പി സോണിന്റെ ഈ ഒരു സംവിധാനം നമ്മുടെ മദ്രസയിൽ നടപ്പിലാക്കുമ്പോൾ അതറിയേണ്ടത് ഏറ്റവും പ്രധാനമായി പാരൻസ് ആണ്, രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ അത് അറിയുകയും രക്ഷിതാക്കളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ്, കൂടെ നിൽക്കുന്ന കാഴ്ചപ്പാട്, സമീപന രീതി, ഈ സമീപന രീതി രൂപപ്പെടുത്തിയെടുക്കാൻ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ സെഷൻ വിളിച്ചു ചേർത്തത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഉസ്താദ് സാധാരണഗതിയിൽ നമ്മളെ ടീച്ചേഴ്സ്, ഇതിൽ ടീച്ചർമാരൊക്കെ ടീച്ചിങ് നടത്തുന്നവരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടീച്ചിങ്ങിലൊക്കെ പലപ്പോഴും ടീച്ചേഴ്സ് ട്രെയിനിങ് നടത്തും. ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുക ചെയ്യുക, ക്ലാസ് എടുക്കുക, ക്ലാസ് കേൾക്കുക, അവർ ക്ലാസ് പോയിട്ട് അതുപോലെ പ്രയോഗിച്ചു നോക്കുക. ഇവിടെ ട്രെയിനിങ് എന്ന് പറയുന്നതിന് ലോകത്തൊരു നിലവാരമുള്ള ഒരു രീതിയുണ്ട്. അതെന്താണെന്നറിയോ? അപ്പോൾ ഞാനത് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. കുറച്ചു മുമ്പ്, 3-4 മാസം മുമ്പ്, എൻ്റെ ഒരു കുട്ടിയുടെ സ്കൂളിൽ ഞാൻ എന്തിനു പോയി എന്ന് പറഞ്ഞാൽ മാർക്ക് പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവർ PTA വിളിച്ച ദിവസം ഞാനില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് ഞാൻ വരൂല, ഇന്ന ദിവസം ഞാൻ വരും. ഓക്കെ. അങ്ങനെ ഞാൻ PTA എക്സിക്യൂട്ടീവിൽ കൂടിയുള്ള ആൾ കൂടിയാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ 2-3 ടീച്ചേഴ്സാണ് ഉള്ളത്. ഞാൻ ചോദിച്ചു, ആരൊക്കെയാണ് നമ്മളെ ടീച്ചേഴ്സ്? ഇന്നൊക്കെയാണ്. ഇനി ആരൊക്കെ ഉണ്ട്? 2-3 ആൾ കൂടിയാണ്. അപ്പം അവർ വരാൻ ഞാൻ വെയിറ്റ് ചെയ്തു. അവർ ഓടി വന്നു, വേഗം വന്നു. അങ്ങനെ വന്നു, ഓരോരുത്തരും കുട്ടിയെ പറ്റി അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ ഒരു ടീച്ചർ പറഞ്ഞു, ഈ വിഷയത്തിൽ കുറച്ച് പോക്കാണ്, ഇന്നേം കാര്യങ്ങൾ അറിയില്ല, കുട്ടിക്ക് ശരിയായിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ നല്ല സൗഹൃദത്തിൽ തന്നെ, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഒരു പാരന്റിനോടാണോ? അതെ. ഈ കുട്ടിക്ക് ഞാൻ ഈ വർഷം തുടക്കം മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തുടങ്ങി, ഇത്രയും കാലം നിങ്ങളുടെ മുമ്പിൽ ഈ കുട്ടിയെ പഠിക്കാൻ വേണ്ടി ഞാൻ അയച്ചു. ഞാൻ അയച്ചിട്ട് നിങ്ങൾക്ക് ഇതാ ഗവൺമെന്റിന്റെ ഇത്ര ക്ലസ്റ്റർ മീറ്റിംഗിൽ ഉണ്ട്. ഈ ക്ലസ്റ്റർ മീറ്റിംഗിലൂടെ ഈ പാഠപുസ്തകം, നിങ്ങളൊക്കെ BEd കഴിഞ്ഞവർ, TTC കഴിഞ്ഞവർ, ഇതൊക്കെ കഴിഞ്ഞ അധ്യാപകരായ നിങ്ങൾക്ക് ഇത്ര ആനുപാതത്തിൽ ഗവൺമെന്റിന്റെ ക്ലസ്റ്റർ മീറ്റിംഗുകളുണ്ട്. ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു പാരന്റിനോട് പറയുന്നു, ഇതാ ഈ കുട്ടിക്ക് ഈ പഠനത്തിൽ ഇന്ന് പോരായ്മ ഉണ്ട്. ഇതിനെവിടെയാ ഒരു ലോജിക് ഉള്ളത്? ഒരു പാരന്റ് എന്ന നിലക്ക് പാരന്റിന് ക്ലസ്റ്റർ മീറ്റിംഗ് ഉണ്ടോ? നിങ്ങൾ ആരോടാണ്, ആരെക്കുറിച്ചാണ് പരാതി പറയുന്നത്? ഇതിലെവിടെയാണ് ലോജിക്? അപ്പോ ടീച്ചർ ഇങ്ങനെ നോക്കി, എന്താ പറയാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലേ? ഒരു കുട്ടിക്ക് പഠനത്തിൽ പോരായ്മയുണ്ട് എന്ന് ആരോടാ പറയണ്ടേ? ആരോട് പറയണം? രക്ഷിതാവ് ടീച്ചറോട് പറയണം, ടീച്ചറെ ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടല്ലേ, ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഒരു ടീച്ചർ പറയുന്നു, ആ മോന് ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, അല്ല ടീച്ചറെ, ഈ ടീച്ചിങ് എയ്ഡ്സ് എല്ലാം പഠിപ്പിക്കപ്പെട്ട, ഈ ടീച്ചിങ് മെത്തഡോളജീസ് പൂർണ്ണമായി പഠിപ്പിക്കപ്പെട്ട, അതെല്ലാ പഠനവും കഴിഞ്ഞൊരു ടീച്ചറുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വീട്ടിലിരിക്കുന്ന രക്ഷിതാവ് ശ്രദ്ധിക്കണോന്ന് പറയിപ്പിക്കാൻ എന്ത് ലോജിക്കാണുള്ളത്? എന്ത് ലോജിക്കാണുള്ളത്? അത് ശരിയല്ലേ? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ തരാം ട്രെയിനിങ്, ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾ എൻ്റെ കൂടെ 4 മാസം, എല്ലാ ദിവസവും വേണ്ട,
ഒരാഴ്ചയിൽ ഒരു ദിവസം 4 മാസം നിങ്ങൾ കൂടെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. ഒരു കുട്ടി വീട്ടിൽ വെച്ച് പഠിക്കണമെന്ന് പറയുന്നു. ഇന്ന് എല്ലായിടത്തും ട്യൂഷൻ. ഇവിടെ ഉണ്ടോ ട്യൂഷൻ? വ്യാപകമാണ് ട്യൂഷൻ. രക്ഷിതാക്കളൊക്കെ കുറച്ചുകൂടി ബോധവാന്മാരാകണം. ലോകത്തെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ സമയം ചെലവഴിക്കുന്ന വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ ഈ സ്കൂളിംഗ് സംവിധാനം. ദീർഘമായ സമയമുണ്ട് സ്കൂളിൽ. ഇത്രയും ദീർഘമായ സമയം മക്കൾ സ്കൂളിൽ ഇരുന്നിട്ട് പിന്നെയും കുട്ടിക്ക് ട്യൂഷൻ. എവിടെയാ ഇതിനൊരു ഒരു സയന്റിഫിക് സമീപനം ഉള്ളത്? എവിടെയാ ഇതിനൊരു നിലവാരം എവിടെയാ? എന്നിട്ട് പിന്നെ ട്യൂഷൻ. എപ്പോഴാ നമ്മളൊക്കെ ഒന്ന് ഉണരലെപ്പോഴാ? ഇത് എത്ര ദൈർഘ്യമേറിയ സമയം പഠനത്തിരുന്നിട്ട് വീണ്ടും ട്യൂഷൻ എന്ന് പറയേണ്ടി വരരുത്. അത് പഠന സംവിധാനത്തിലെ പ്രധാനപ്പെട്ട ഒരു അപജയമാണ്, പരാജയമാണ്. അത് സ്കൂളിങ്ങിൽ പരിഹരിക്കപ്പെടണം. ഇവിടെ ഞാൻ പറയുന്നത് ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്, വളരെ സിമ്പിളാണ്. പക്ഷെ അതിന് എന്ത് നടക്കണമെന്നറിയോ? ക്ലസ്റ്റർ മീറ്റിങ്ങിന് പകരം ട്രെയിനിങ് നടക്കണം. ട്രെയിനിങ് എങ്ങനെയാണ്? സാധാരണ നമ്മൾ നീന്തൽ പരിശീലിപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എങ്ങനെയാണ് നീന്തൽ പരിശീലിപ്പിക്കുക? ഇതാ കൈ ഇങ്ങനെ അടിച്ചു മറ്റേ ഇങ്ങനെ അടിച്ചിട്ട് പോയിട്ട് നീന്തിക്കൊന്നും പറയലാണോ? അല്ല. നീന്തലിന്റെ ട്രെയിനർ കരയിൽ കൂടെ ഉണ്ടാകും. ആവശ്യമുണ്ടെ തുടക്കത്തിലുണ്ടെങ്കിൽ കൂടെ വെള്ളത്തിൽ ഇറങ്ങി കൊടുക്കും. എന്നിട്ട് നീന്തിക്കും. വീഴാണ് പിടിക്കും. അതിന്റെ പ്രധാനപ്പെട്ട ടെക്നിക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് മുങ്ങിപ്പോകുമ്പോൾ പിടിക്കാനൊക്കെ അങ്ങനെ റെഡിയായി നീന്തൽ പഠിക്കുന്നത് വരെ, അത് പൂർണ്ണമാകുന്നത് വരെ ട്രെയിനർ കൂടെ നിന്ന് പരിശീലിപ്പിച്ചു കൊടുക്കുന്ന സാധനം. അഥവാ ട്രെയിനിയെ ഏത് വിഷയമാണോ പരിശീലിപ്പിക്കുന്നത് അത് ലഭ്യമാകുന്നത് വരെ പരിശീലിപ്പിക്കുന്ന രീതി തന്നെയാണ് ട്രെയിനിങ് എന്ന് പറയാം. ഇതിന്ന് എവിടെയുള്ളത്? എന്നാൽ ഇത് നടപ്പിലാക്കുന്ന മെത്തേഡ് ഹാപ്പി സോൺ ഫോളോ ചെയ്യും. നമ്മൾ എന്താ ചെയ്യുക? ഉദാഹരണത്തിന് ഈ മദ്രസയിൽ നമ്മളെ മെത്തേഡ് നടപ്പിലാക്കുകയാണെങ്കിൽ ഉസ്താദുമാരുടെ തലയിലിട്ടിട്ട് ഭാരിട്ടിട്ട് ഓടിക്കളയൽ, മറിച്ച് മാസത്തിൽ ഒരു തവണ ഉസ്താദുമാരും നമ്മൾ ഒന്നിച്ചിരുന്നതിന് ശേഷം നമ്മൾ നോക്കുന്നു, ഈ നമ്മുടെ മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറയപ്പെട്ട നേട്ടങ്ങൾ, മദ്രസ പഠനത്തിലെ നേട്ടം, അതുപോലെ മദ്രസ പഠനത്തിൽ എന്ന് പറയുമ്പോൾ 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്താ? പരീക്ഷ എഴുതി ജയിക്കണം. നമ്മളെ പരീക്ഷ എഴുതിയിട്ട് കുട്ടി നല്ല മാർക്കോടെ ജയിക്കണം. രണ്ടാമത്തെ പാർട്ട് എന്താ? കുട്ടി വീട്ടിലെത്തിയാൽ പഠിച്ച കാര്യം ഹദ്ദാദ് ചൊല്ലുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, നല്ല പെരുമാറ്റമുണ്ടോ, വലിയൊരു ബഹുമാനിക്കുന്നുണ്ടോ, സത്യസന്ധതയുണ്ടോ, നല്ല കൾച്ചർ കാണിക്കുന്നുണ്ടോ? ഇത് നടക്കണം. ഇത് നടക്കുന്ന ഈ 2 പാർട്ടും ചേരുന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയാണ് പരിഹാരം? ഉദാഹരണത്തിന് കുട്ടി സമയത്തിന് വരുന്നില്ല, സമയത്തിന് ക്ലാസ്സിൽ എത്തുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ഉസ്താദ്, ഈ സംവിധാനത്തിലെ ഉസ്താദ് എന്ത് ചെയ്യൂലെന്നറിയോ? രക്ഷിതാവിനെ വിളിച്ചിട്ട് ഇതാ നിങ്ങളെ കുട്ടി എന്താ സമയത്തിന് വരാത്തത്, നേരത്തെ അയക്കണം എന്ന് പറയുന്നതിന് പകരം ഈ ഉസ്താദ് പറയുക എന്താണ്? ഇതാ നിങ്ങളുടെ കുട്ടിക്ക് ഇത്ര ദിവസം വൈകിയ ഒരു പ്രയാസം കാണുന്നുണ്ട്. അത് 1ാമത്തെ ദിവസം തന്നെ വൈകുമ്പോൾ തന്നെ രക്ഷിതാവിനെ ആക്ഷേപിക്കുന്നതിന് പകരം ഉസ്താദ് നോക്കൂ എവിടെയാണ് പ്രയാസം, സ്ഥിരമാണോ, 2ഓ 3ഓ ഒക്കെ ദിവസം തുടർച്ചയായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ രക്ഷിതാവിനോട് ഈ ഉസ്താദ് പറയുന്നത്, നിങ്ങൾക്ക് ഈ കുട്ടിക്ക് നേരത്തെ അയക്കാൻ വല്ല പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ചൂരലുണ്ട് എന്നല്ല, ഇവിടെ എങ്ങനെയാണത് പരിശീലിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം, ഞാനത് ചെയ്തു തരും. പക്ഷെ നിങ്ങൾ എന്നോട് പറയണം. കുട്ടി വീട്ടിലെത്തിയിട്ട് ഇവിടുന്ന് പഠിപ്പിക്കുന്ന നിസ്കാരവും ചിട്ടകളും കഴിയുന്നില്ലേ, നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹരിക്കാം. തല്ലും ചീത്ത പറയും എന്നല്ല, തല്ലുകയും ചീത്ത പറയുകയൊന്നും ചെയ്യാതെ തന്നെ ഈ കുട്ടി കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ദയവായിട്ട് ഉസ്താദിനോട് കാര്യങ്ങളൊന്നും പറയാം. ഇങ്ങനെയൊക്കെ വിശേഷങ്ങൾ വിളിച്ചിട്ട് എണീക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, നിങ്ങൾ അതൊന്നും ഉസ്താദിനോട് പറഞ്ഞു മതി. ഉസ്താദ് ഇവിടെ എത്തിയ തല്ലൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് പരിഹാരങ്ങളുണ്ടാകും. ഇത് എന്ത് വേണം എന്നത് ഞങ്ങൾ ഒന്നിച്ചിരിക്കും. ഒരു മാസത്തിൽ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഒന്നിച്ചിരിക്കുന്നതാണ് പ്ലാൻ. ഈ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഉസ്താദുമാർ അവരവരുടെ ക്ലാസ്സിലെ ഇത്തരം വിശേഷങ്ങളെല്ലാം ശേഖരിച്ച് അതിനെക്കുറിച്ച് പങ്കുവെച്ച് നമ്മളതിന്റെ പരിഹാരം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ആഴ്ച തോറും ഓൺലൈനായിട്ട് ഒരു സെഷൻ നമ്മൾ ഇരിക്കും. ആയിരിക്കുന്ന സമയത്ത് ഇനിയുള്ള പറഞ്ഞ നിർദ്ദേശങ്ങൾ ചെയ്തിട്ട് ഫലിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ
അത് ശരിയാകുന്നത് വരെ ഒരു 3-4 മാസമെങ്കിലും ഒരു പ്രകൃതം സൃഷ്ടിക്കാൻ എടുക്കും. അത്രയും കാലം ഒരു ഭാഗത്ത് നമ്മൾ ഉസ്താദുമാര് ഈ മെത്തേഡുമായി മുന്നോട്ട് പോകും. അത് ഫലിക്കണമെങ്കിൽ അടുത്തതാണ്, ഇവിടെ നമ്മൾ ഇന്ന് വന്ന ആൾക്കാരുടെ കണക്ക് എടുക്കുന്നുണ്ടാവുമല്ലോ അല്ലെ, ഇവിടെ വന്ന ആൾക്കാരുടെ കണക്കുമോ വരാത്ത ആൾക്കാരെ നാളെ പണിശയല്ല ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് അവരെ കൂടി വിവരം എങ്ങനെ അറിയിക്കാം എന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യും. ഒന്ന്, അതിൽ നമ്മുടെ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ മെത്തേഡാണ്. അതായത് പരീക്ഷ കഴിഞ്ഞ് മാർക്ക് വന്നപ്പോൾ ഒരു പാരന്റ്സ് മീറ്റിംഗിൽ എന്താണ്, ഇതാ ഇത്രയും കുട്ടികൾക്ക് നമ്മൾ എല്ലാ ക്ലാസ്സും വെച്ചിട്ട് മാർക്ക് വളരെ കുറവാണ്. ഈ 4 മാസത്തെ 5 മാസത്തെ മാർക്ക് കുറഞ്ഞിട്ട് എന്താക്കാനാ ഇനി? അത് അപ്പൊ നോക്കണ്ടേ? കഴിഞ്ഞ 4 മാസം കുറവാന്ന് പറഞ്ഞിട്ട് ഇനി 4 മാസം തിരിച്ചു വരുമോ? അതാത് മാസം ഇനിയുള്ള പഠിപ്പിക്കാൻ. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്ന റൂട്ട്? നമ്മൾ ചെയ്യുന്ന റൂട്ട് ഇൻഷാ അല്ലാഹ് മിനിമം ഒരു മാസത്തിൽ ഒരു തവണ ഓരോ ഉസ്താദും ഇൻഷാ അല്ലാഹ് നമ്മുടെ പാരന്റ്സിനെ വിളിച്ചുകൂട്ടൽ പലപ്പോഴും നമ്മൾ നോക്കും ഏതാണ് പ്രായോഗികം ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് വിളിച്ചു കൂട്ടിയാൽ എന്താ സുഖം എന്നറിയോ? ഉപ്പ ഇവിടെ അല്ല ഉള്ളത്, മദ്രാസിലാ, മറ്റേയാള് ബാംഗ്ലൂരാ ഉള്ളത്, വേറൊരാള് ദുബൈയിലാ. നിങ്ങൾ എവിടെയാണെങ്കിൽ 1 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാലോ. എല്ലാവരും ഉപ്പയുണ്ട് ഉമ്മയുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മക്കളെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം പറയും. ഉസ്താദ് പറയുന്നത് ഇതാ ഇത്ര ക്ലാസ് പങ്കെടുത്തു, ഇന്ന് ഇപ്പൊ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ ചിലപ്പോഴൊക്കെ നമ്മളെ ചില പഴയ മെത്തേഡുകൾ ചിലത് മാറ്റേണ്ടതുണ്ടാവും. ഉദാഹരണത്തിന്, ഞാൻ ഈ സിസ്റ്റം കൊണ്ടുപോകുമ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞു, എൻ്റെ കൂടെ അയാൾ യാത്ര ചെയ്യാം. അത് സിസ്റ്റമൊക്കെ ഉഷാറായി, നല്ല മെച്ചമുണ്ട്, പക്ഷെ ചില രക്ഷിതാക്കളെ കൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ ചോദിച്ചു എന്താ? അയാൾ വാട്സപ്പ് ഓണാക്കി എന്നോട് പറഞ്ഞു, ഇത് കണ്ടോ, എൻ്റെ 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഉമ്മയാണ്. ഈ ഉമ്മ പറയുന്നു, ഇവൻ വീട്ടിൽ നിന്നില്ല, തീരെ പഠിക്കുന്നില്ല ഉസ്താദെ, നിങ്ങളൊന്ന് പറയണം പഠിക്കാൻ. ഞാൻ ഇയാളോട് ചോദിച്ചു, കുട്ടീന്റെ സ്ഥിതി എന്താ? കുട്ടി ഉഷാറാ ഉസ്താദ്, കുട്ടി പഠിക്കും, എഴുതും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, നാളെ മദ്രസയിലെത്തിയാൽ കുട്ടി വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ എടുക്കണം, എന്നിട്ട് ഉമ്മാക്ക് വിട്ടു കൊടുക്കണം. പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം കുട്ടി പഠിച്ചിട്ടുണ്ട് ആ പാഠം ഉമ്മാനോട് പറയണം. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാ പറയുന്നത്, കുട്ടി പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത്? അപ്പൊ ഈ കുട്ടീനോട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ, എന്താ മോന്റെ പ്രശ്നം എന്താ? ഈ മോൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ പഠിക്കണോന്ന് വിചാരിച്ചതാ. ആ തള്ളന്റെ പറച്ചിൽ കേട്ട പഠിക്കാൻ തോന്നണ്ടേ? ഇത് ബെൽറ്റും പിടിച്ചിങ്ങനെ നിൽക്കല്ലേ. പിന്നെ പറഞ്ഞു, കുട്ടി ഉമ്മ ബെൽറ്റോട് തല്ലുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഉസ്താദ് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ എന്റെ കുട്ടീനെ തല്ലുന്നത്? ഇല്ല, അത് ഞാൻ ബെൽറ്റ് ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ. അപ്പം 2ാം ക്ലാസ് ഒന്ന് മൂത്ത കുട്ടി ഓടി നിന്നിട്ട് പറഞ്ഞു, നല്ല ഉസ്താദെ ഉമ്മ അടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം. അതെന്താ? നമുക്കൊരു നടപ്പെന്താ? ആ പുസ്തകം തുറക്കും, മഗ്‌രിബ് ആകുമ്പോ തുടങ്ങുന്നത് പറയാം. കുട്ടി വിചാരിക്കും മഗ്‌രിബ് ആകണ്ടേയിരുന്നു. അങ്ങനെ വെറുപ്പിക്കരുത്. കുട്ടി പഠിച്ചോളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആകാത്ത പണി എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഉസ്താദിനോട് പറഞ്ഞാൽ മതി. ഉസ്താദ് തല്ലൊന്നുമില്ല, ഉസ്താദിനറിയാം എന്താ ചെയ്യേണ്ടത്. ആ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ രക്ഷിതാക്കളോട് പൊതുവെ പറയുന്നു, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുട്ടി നിസ്കരിക്കണം, കുട്ടി പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ സ്റ്റാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു 5-8 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ ഒന്ന് കാണും. വീട്ടിൽ ഇതുപോലുള്ള ഒരു ചാർട്ട് പേപ്പറിൽ, ഇത് നിങ്ങൾ ഇമെയിലൊക്കെ കാണില്ലേ ചാർട്ട് പേപ്പർ, ഇങ്ങനത്തെ ഒരു 4-5 ചാർട്ട് പേപ്പർ, അത്രയും പൈസ ഉണ്ടാവും, ചെറിയ പൈസ. ഒരു 4-5 കളർ ഈ മാർക്കർ പേന വാങ്ങും. ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ 1, ഒരു സ്റ്റാർ പൊളിച്ചൊട്ടിക്കുന്ന ചെറിയ കളറിന്റെ സ്റ്റാർ ഉണ്ട്, ഇതും ഒരു 4-5 പേക്ക്, ഒരു 10 ഒരു ബണ്ടിലിന് 50 റുപ്യ ഉണ്ടാവും, അതിലൊരു 500 റുപ്യ ഉണ്ടാവും, ധാരാളം ഉണ്ട്. എല്ലാത്തിനും കൂടി ഒരു 100 റുപ്യ ചിലവ്, അത്രയും ഉണ്ടാവും. ഇത് വാങ്ങാം. എന്നിട്ട് കുട്ടീന്റെ പേര് അതിലൊക്കെ കാണുന്ന പോലെ പേര് എഴുതുക. പേരിന് നേരെ കോളം. ഈ കോളത്തില് എന്തൊക്കെ ചെയ്താലാണ് സ്റ്റാർ കൊടുക്കുക എന്നുള്ളത് പ്രായാനുസൃതമായി ക്രൈറ്റീരിയ തീരുമാനിക്കും. അതൊരു വേറെ A4 എടുക്കുക. ആ A4 എഴുതുക. എന്താ? രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്താൽ
രാവിലെ ഏത് സമയത്ത് എഴുന്നേൽക്കണ്ടെന്നുള്ളത് രാവിലെ തീരുമാനിക്കരുത് കേട്ടോ. അപ്പൊ ചിലരൊക്കെ വിളിക്കൽ എങ്ങനെയാ, രാവിലെ സുബഹി ബഷീറേ ഈ വിളി കേട്ടാൽ തന്നെ ഈ മുമ്പ് വിചാരിക്കും ഇനി മേലാൽ എണീക്കണ്ട. എണീക്കാൻ വിചാരിച്ചതും കൂടി അവിടെ കിടക്കും. ആ വിളിന്റെ ശബ്ദത്തിൽ തന്നെ ഉണ്ടാവും എല്ലാ ആശയവും. ഈ ഉമ്മാക്ക് ഈ കറി ഏതാ വെക്കേണ്ടത് തിരിയാത്ത കൺഫ്യൂഷൻ ഉണ്ട് തലയിൽ. ഇതിൽ ആരെ കുഞ്ഞിന്റെ മേത്താണ് തീർക്കുന്നത്. കുഞ്ഞിനെ വിളിക്കുമ്പോൾ അയിമലാണ് എല്ലാം കൂടി കൊണ്ടുപോയി തീർക്കുന്നത്. പിന്നെ എവിടെയാ പ്രശ്നം തീരെ. ഇവിടെ എന്ത് ചെയ്യണം? ഈ കുട്ടിയെ എപ്പോഴും എഴുന്നേൽപ്പിക്കണം എന്നുള്ളത് രാവിലെ അല്ല തീരുമാനിക്കേണ്ടത്, തലേ ദിവസം തീരുമാനിക്കണം. മോനോട് ചോദിക്കണം, മോനെ സുബഹി നിസ്കരിക്കണ്ടേ, വേണം. ഉമ്മ വിളിക്കണോ? ആ ഉമ്മ വിളിക്കണം. എങ്ങനെ വിളിക്കണ്ടേ? ഇങ്ങനെ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് എഴുന്നേറ്റിൽ എന്താ ചെയ്യേണ്ടത്? ഇന്ന് ചെയ്താൽ മതി. പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. പിറ്റേന്ന് മാറരുത്. മോൻ പറയാ, നിങ്ങൾ ലേശം വെള്ളം എടുത്ത് എന്റെ തലയിൽ കഴുത്തിൽ ഒഴിച്ചോ. പിന്നെ പിറ്റേന്ന് എല്ലാം കോംപ്രമൈസ് ഒന്നും പാടില്ല. പറഞ്ഞാലെന്താ അത് മാത്രം ചെയ്യാം. കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. അതിൽ ദേഷ്യം ഉണ്ടാകരുത്. രണ്ടാളും പരസ്പരം ഉഭയസമ്മതപ്രകാരം ചർച്ച ചെയ്ത് തീരുമാനിക്കണം. എന്നിട്ടത് നടപ്പിലാക്കണം. നിങ്ങൾ ഈ പ്രഷറൊക്കെ ഒന്ന് കളയണം. വെറുതെ ദേഷ്യം പിടിക്കും. ദേഷ്യമൊക്കെ കുഞ്ഞുങ്ങളോട് എപ്പോഴും സ്നേഹം കാണിക്കാൻ പഠിക്കണം. സ്നേഹത്തോടെ പെരുമാറി ശീലിക്കണം. കുട്ടികളൊക്കെ നല്ലവരാണ്. അവര് നമ്മളായിട്ട് ചീത്തയാക്കാതിരുന്നാൽ മതി. കുട്ടികൾ നല്ലവരായി വളർന്ന് ഉയരങ്ങളിലെത്തും, ഉന്നതങ്ങളിലെത്തും. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നാം ഈ സ്വീകരിക്കുന്ന സമീപനം ഓരോ പ്രശ്നത്തിന്റെയും പരിഹാരങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ചില ന്യൂനതകൾ, ഈ ന്യൂനതകൾ തിരുത്താൻ നമ്മളെപ്പോഴും സന്നദ്ധരാകണം. ഇപ്പോ നമ്മൾ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കണം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് എവിടെയാണെന്നറിയാം. ഇപ്പോ നമ്മൾ കുറേ കേസുകൾ, ആയിരക്കണക്കിന് കേസുകൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ലിന്റെ ഭാഗമായി ചിലപ്പോഴൊക്കെ ചില കുട്ടികളുടെ പെരുമാറ്റം കാണുമ്പോൾ അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഈ കുറച്ചു മുമ്പ് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടി പൾസ് നഷ്ടപ്പെട്ടിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ എടുത്തു കൊണ്ടുപോവാണ്. പക്ഷെ ഈ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് സംതിങ് റോങ്. എന്താ? പൾസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആള് കാലിയായി പോകുന്നൊരു കേസാണ്. ആ സമയത്ത് എടുത്തു കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഒരു അതിനനുസരിച്ചുള്ള സീരിയസ്നെസ് ഇല്ല. പക്ഷെ കുട്ടിയിലും സംതിങ്. ഞാൻ ഇവരോട് ചോദിച്ചു, എന്താണ് ആ കുട്ടിയുടെ സ്ഥിതി? അത് എപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്ന് പറയും. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആ കുട്ടിയുടെ ഫാമിലിയെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഫാമിലിയിൽ പ്രശ്നമുണ്ടോ? ഉണ്ട്. ഫാമിലിയിലുള്ള പ്രശ്നമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ, വലിയ വലിയ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനം. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഏതെന്നെ തീരണം? നമ്മള് പൈപ്പ് തുറന്നു നോക്കുമ്പോൾ ചളിവെള്ളം വരും. പൈപ്പ് പിടിച്ച് പൊട്ടിക്കണോ? വേണ്ട. നിങ്ങൾ ടാങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. ടാങ്കിൽ എന്താണ് ഉള്ളത്? അവിടെ ഉണ്ടെങ്കിൽ വെറുതെ ഇവിടുന്ന് ഒന്നും ആക്കണ്ട. അവിടെ നേരെയാക്കിയാൽ ഇവിടെ നേരെ ആയിക്കോളൂ. പലപ്പോഴും അങ്ങനെയാണ് കേസ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യരുത്? മറച്ചൊന്നും വെക്കരുത്. ഇവിടെ തുറന്ന പുസ്തകമായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. അങ്ങനെ ഓപ്പൺ ആയിട്ട് പാരന്റ്സ് നമ്മുടെ സംവിധാനത്തോട് സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് തുടക്കത്തിൽ നമ്മളെ ഹാപ്പി സോൺ നേരിട്ടാണ്. ഇവിടെ 5 മദ്രസകളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. 5 മദ്രസകളിലും ഒന്നിച്ച് നേരിട്ടാണ് നമ്മൾ ആദ്യം പാരന്റിങ് നടത്തുക. ഓൺലൈൻ സൂമിലാണ് നടത്തുക. ആ സൂമിൽ നിങ്ങൾക്ക് ആ പറയപ്പെട്ട 1-2 മണിക്കൂർ സമയം ഉണ്ടാകും. ആ 2 മണിക്കൂർ സമയം വളരെ കുറഞ്ഞ വിഷയം ക്ലാസ് എടുക്കലല്ല മെയിൻ വിഷയം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് പറയാം. അത് പറഞ്ഞ് അതിന്റെ പരിഹാരം ശ്രദ്ധിച്ച് എന്നിട്ടത് നടപ്പിലാക്കി നോക്കുക. ഉസ്താദുമാരും കൂടെ ഉണ്ടാകും ആ സെഷനിൽ. അങ്ങനെ പാരന്റിങ് സെഷൻ തുടക്കത്തിൽ നടക്കും. പിന്നീട് അത് ക്ലാസ് വൈസ് ആണോ നല്ലത്, അല്ലെങ്കിൽ 2-3 ക്ലാസ് ക്ലബ് ചെയ്തിട്ടാണോ നല്ലത്, നമ്മൾ ആലോചിക്കും. എന്നിട്ട് ഉസ്താദുമാരുടെ നേരത്തിൽ ഇതുപോലെ നടക്കും. അപ്പൊ നമുക്ക് മക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് പറയാം, പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാം. എന്നിട്ട് ഒന്നിച്ചൊരു സഞ്ചാരം. അതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് സ്കൂളിലെ വിഷയങ്ങളിൽ കൂടി നമ്മുടെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നാം സംവിധാനം കണ്ടിട്ടുണ്ട്. അതിനെന്തൊക്കെയാ ചെയ്യാന്നുള്ളതിന്റെ ഒരു രൂപം ഞാൻ തുടക്കത്തിൽ പറയാം. ഇത് തുടക്കത്തിലല്ലേ, ആദ്യഘട്ടം വിജയിച്ചതിന് ശേഷം രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണം ഉണ്ടായാൽ മാത്രം
വിജയിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഒന്നുകൂടി നല്ലോണം ചുവടെല്ലാം തുടച്ചിട്ട് കേൾക്കണം. ഞാനിപ്പോൾ പറയുന്നത് ചിലർ ഇതുമാത്രം ആദ്യം കേൾക്കുക. ആദ്യഘട്ടം പറഞ്ഞ ഈ ഘട്ടങ്ങളൊക്കെ വിജയിച്ചതിന് ശേഷം രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണം ഉണ്ടായാൽ വിജയിക്കുന്നതാണ് ഇനി ഞാൻ പറയുന്നത്. എന്താണ്? നമ്മുടെ മക്കളുടെ സ്കൂൾ, ആ സ്കൂളിലെ ക്ലാസ് ടീച്ചറെ രക്ഷിതാക്കൾ ബന്ധപ്പെടുന്നു. രക്ഷിതാക്കൾ ആ ക്ലാസ് ടീച്ചറോട് പറയുന്നു, ഇതാ എൻ്റെ കുട്ടിയുടെ ഇന്നാലിന്ന ഉസ്താദ്, ആ ഉസ്താദ് കുട്ടിയുടെ സ്കൂൾ വിഷയങ്ങളിൽ കൂടി സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉസ്താദ് നിങ്ങളെ വാട്സപ്പിലോ മറ്റോ ബന്ധപ്പെടുമ്പോൾ കുട്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങളും പങ്കുവെച്ചു കൊടുക്കണേ. ഇതെന്റെ റിക്വസ്റ്റാണ്, എൻ്റെ അപേക്ഷയാണ്. അപ്പൊ ടീച്ചർക്ക് ഒരു ഭാരം കുറയും. ടീച്ചറോട് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലെ ഈ കുട്ടിയുടെ പഠനത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോട്ടോ, ഞാൻ സഹായിക്കാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഉസ്താദ് എങ്ങനെ ഇതെല്ലാം ചെയ്യാം? 2 റൂട്ട്. ഒന്ന്, പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ഉഷാറാകാൻ ഒരു 90% എന്തേ വേണ്ടതെന്നുള്ളൂ, മൈൻഡിൽ മെന്റലി ബാക്കപ്പ് കൊടുത്താൽ കുട്ടികൾ ഉഷാറാകും. 90%. ഒരു 10% ഉണ്ടാകും കുട്ടികൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ആവശ്യമുള്ളത്. അത് പലപ്പോഴും ആർക്കെന്നെ നടക്കുമെന്നറിയോ? ഈ ഉസ്താദിന് തന്നെ ചെറിയ ചെറിയ സമയത്ത് സഹായിച്ചു കൊടുത്താൽ തന്നെ കുട്ടി ഉഷാറായിക്കോളും. ഇനി അഥവാ അത് നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് വല്ലപ്പോഴും ഒന്ന് സഹായിക്കാൻ? അവരൊന്ന് ഒരുമിച്ച് കൂട്ടി കുട്ടിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ കുട്ടി ശരിയാകും. പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? എല്ലാവരും പറയുന്ന ബുദ്ധിയെല്ലാം ഉണ്ട് ഉസ്താദെ, വിചാരിക്കാഞ്ഞിട്ടാണ്. നമ്മളൊക്കെ വേഷനാണ്. നിങ്ങൾ സത്യത്തിൽ ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാം പഠിച്ചു വലുതായതല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് പഠിക്കണ്ടെന്നോ എനിക്ക് പരീക്ഷയിൽ തോൽക്കണമെന്നോ ആലോചിച്ചവരുണ്ടോ? ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ ചിന്തിക്കുമോ? ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ ചിന്തിക്കും? നമ്മളിങ്ങനെ ഊഹിക്കുക, അങ്ങ് പറയുക, പാസ്സാക്കലെന്ന് പാസ്സാക്കുക. ഇതൊന്നും ശരിയല്ല. നമ്മുടെ മക്കൾക്ക് എങ്ങനെ പഠിപ്പിക്കണം എന്നതിൽ എവിടെയോ ഒരു അക്ഷരപ്പിശക് നമുക്ക് വരുമ്പോഴാണ് പലപ്പോഴും കുട്ടി ബേക്കോട്ടാകുന്നത്. അവിടെ ആ കുട്ടിയുടെ അഭിരുചി അനുസരിച്ച് ആ കുട്ടിയെ ഒന്ന് സഹായിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അത് കുട്ടിക്ക് കിട്ടിയാൽ കുട്ടി ഉഷാറാകും. ഇതിൽ രക്ഷിതാക്കളോട് എനിക്കിപ്പോ പൊതുവിൽ പറയാനുള്ളതുണ്ട്. ഞാൻ അധികമായി പറയുന്ന ഒരു വിഷയം, നമ്മൾ എപ്പോഴും മക്കളെ ഇത്തരം വിഷയങ്ങളിൽ ബാക്ക്വേർഡ് ആയാൽ ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ മക്കളുടെ കൂടെ ഒന്നിച്ചിരുന്നിട്ട് മക്കളോട് ചോദിക്കണം, എന്താണ് എൻ്റെ മോൻ അനുഭവിക്കുന്ന ശരിയായ പ്രയാസം? മോൻ ഉഷാറാകാൻ താല്പര്യമുണ്ടോ? അപ്പൊ അവൻ പറയും. പറയുന്നതിനെല്ലാം മറുപടി ഒന്നും പറയരുത്. നിങ്ങളത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. ഇനി അവന് പറയാൻ അറിയില്ല, അവന് എന്നെ മനസ്സിലാകുന്നില്ല, എനിക്ക് എവിടെയാ പ്രശ്നം, എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഈ ഉസ്താദിനോടൊന്ന് പറയും. ഇൻഷാ അല്ലാഹ് ആ ഉസ്താദ് അത് നോട്ട് ചെയ്യട്ടെ. ആ ഉസ്താദ് ആരോട് പറയട്ടെ? നമ്മളെ സിസ്റ്റത്തിൽ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് പറയട്ടെ. നമ്മൾ ഇടപെടുകയും ആവശ്യമായ ഹെൽപ്പുകൾ ചെയ്യുകയും ചെയ്യും. ഇനി ഒരു ഭാഗവും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഊന്നി പറയേണ്ട ഒരു ഭാഗമുണ്ട്. അതെന്താ അറിയാം? ഞാൻ തൃശ്ശൂർ ഭാഗത്ത് ഇതുപോലൊരു സെഷനിൽ പാരന്റ്സിനെ എടുത്തപ്പോ അതിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് പാരന്റ്സിൽ നല്ലൊരു ശതമാനം. അതിലൊരാൾ ചോദിച്ചു, അതെ നിങ്ങൾ പറഞ്ഞ സ്നേഹത്തിനൊരു കുറവില്ല, ഇപ്പോ വ്യാപകമാണ്, സ്നേഹത്തിന് ഉഷാറാണ്, പക്ഷെ കുട്ടികൾ പേച്ചു പോകുന്നതിൽ ഒരു കുറവില്ല, അത് ഉഷാറാണ്. എവിടെയാ പ്രശ്നം എന്നറിയാം? സ്നേഹം എന്ത് എന്നിടത്ത് നാം പിഴക്കുന്നു. മോൻ പറയാണ്, 10 വയസ്സായ മോൻ പറയാണ്, എനിക്ക് സൈക്കിൾ വേണം. എത്ര എന്റെ വേണ്ടത്? 18,000. ബാപ്പാന്റെ സ്ഥിതി എന്താണെന്നറിയാം? അന്നത്തെ ചെലവൻ എങ്ങനെയാ പോകുന്നെന്നുള്ളത് ബാപ്പയെ അറിയുള്ളൂ. ഇങ്ങനെ പോകുന്ന സമയത്ത് മോൻ പറയാ 18,000, മറ്റൊന്ന് സൈക്കിൾ ഉണ്ട്, എനിക്ക് സൈക്കിൾ ഇല്ലാത്തത്. അപ്പൊ ഈ ബാപ്പ ലോൺ എടുത്തും ഹറാമും ഹലാലും നോക്കാതെ എന്ത് ചെയ്യാണ്? വാങ്ങിക്കൊടുക്കുകയാണ്. ഇത് സ്നേഹമാണ് നീ സാധു വിചാരിച്ച് വശാകുക. വെറുതെ ഒരു ദിവസം എന്റെ മുമ്പിൽ നല്ല ആരോഗ്യമുള്ള ഒരു ഉഷാറുള്ള മനുഷ്യൻ, അയാൾ ഇരുന്ന് അയാൾ കരച്ചില്. ഇയാൾ വരുന്നത് ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇയാൾ വരുന്നത്. ഇയാൾ ഭയങ്കര കരച്ചിൽ. എനിക്ക് ഈ കരച്ചിൽ കണ്ടിട്ട് തന്നെ ആകെ പിടുത്തം വിട്ടു. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ. ഇത്ര ഉഷാറുള്ള മനുഷ്യൻ ഇങ്ങനെ കരയും. അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രശ്നം എന്താ അറിയാം? എൻ്റെ 17 വയസ്സുകാരനായ മകനാണ് എൻ്റെ പ്രശ്നം. എൻ്റെ വിഷയം എന്ത് പറ്റി? അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഗൾഫ് പോവാണ്, ഇന്നാലിന്ന് ദിവസം. ഗൾഫ് പോകുന്നതിനെന്താ, എല്ലാവരും പോകുന്നതല്ല, ഇത്രമാത്രം കരയാനുണ്ട്. അപ്പൊ പറഞ്ഞു, എൻ്റെ മോൻ സ്വിസ് ബാക്കാണ്,
ഞാൻ ചോദിച്ചു, എന്റെ മോൻ സിസ്പേക്കാണെങ്കിൽ ഞാൻ അങ്ങാടിയിൽ ഇറങ്ങി 4 ആളെ വെല്ലുവിളിക്കും. കാരണം എന്താ, മോനുണ്ടല്ലോ. ഇത് ഇയാളെ പ്രശ്നം എന്താ അറിയാം, ഈ മോനെ പേടിച്ചിട്ടാണ് മൂപ്പര് 6 മാസം ലീവ് 3 മാസമാക്കിയിട്ട് തിരിച്ചു പോകുന്നത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ മോന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് 2.5 ലക്ഷത്തിന്റെ. 17 വയസ്സായ മോന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന വാപ്പ. ഞാൻ എൻ്റെ മോന് ഫോണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് 85,000ത്തിന്റെ. നല്ല വാപ്പ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, നിങ്ങളെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉഷാറാണോ? അയാൾ പറഞ്ഞു, വളരെ കഷ്ടത്തില്ല. പിന്നെ എന്തിനു ചെയ്തതായി പണി? ചെയ്യാൻ പാടുണ്ടോ? അത് എൻ്റെ മോന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഇതുണ്ട്. അപ്പൊ എൻ്റെ മോൻ മാത്രം കുറഞ്ഞു പോയിരുന്നല്ലോ. നല്ല ഉഷാറായിട്ടുണ്ട്. ഇതാണ് സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇത് സ്നേഹാണോ? അല്ല. ഇതിന് പറയുക വഴങ്ങുക എന്നാണ്. ഇവിടെ വഴങ്ങല്ല ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? മോനെ, നിന്റെ പ്രായം 17. ഈ പ്രായത്തിൽ മോന് ബുള്ളറ്റ് വാങ്ങിച്ചു തരാൻ പറ്റില്ല. അത് മറ്റോനുണ്ട്. എൻ്റെ മോന് ഞാൻ ഈ സമയത്ത് ഇത് വാങ്ങിച്ചു തരും. അപ്പം പിണങ്ങുന്നു, ചായ കുടിക്കാതിരിക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. ബാപ്പ പിണങ്ങരുത്. ബാപ്പ നിന്ന മുപ്പിൽ നിൽക്കണം. പക്ഷെ ആദ്യം തന്നെ എന്തു വേണമെന്നറിയോ? നല്ല സ്നേഹം വേണം. കുഞ്ഞുനാളിലെ മക്കളോട് പുഞ്ചിരിക്കുകയും സലാം പറയുകയും ഒക്കെ ചെയ്ത് ശീലിക്കണം. ഈ കുഞ്ഞുനാളിൽ ഇതൊക്കെ ശീലിച്ചാലുണ്ടല്ലോ, ഒരു 10-13 മേലോട്ട് വരുമ്പോൾ പലരും അതിൽ നിന്നൊക്കെ ഒന്ന് ബേക്കോട്ടിറങ്ങും. അങ്ങനെയല്ല. മുതിർന്നാലും മുസാഫഹത്ത് ചെയ്യണം, മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സംസാരിക്കണം, സലാം പറയണം, സന്തോഷം പറയണം. ഇതൊക്കെ ദിവസവും ചെയ്യണം. നാട്ടിലില്ലെങ്കിൽ ഫോണിൽ വിളിക്കണം, മോനെ റാഹത്തല്ലേ എന്ന് ചോദിക്കണം. ഒരു ദിവസം ഒരു +2 പഠിക്കുന്ന ഒരു മോനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. സൈക്യാട്രിക് ഡോക്ടർക്ക് കാണിച്ചിട്ട് 5 മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഒന്ന് തളർന്ന് കിടക്കുക, ഒരുമാതിരി ജീവച്ചവായിട്ട്. ഇപ്പൊ എല്ലാറ്റിനും അങ്ങനെ. അപ്പോ ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ മോന് പ്രശ്നം? ഹയർ സെക്കൻഡറി പഠിക്കുന്ന മോനൊരു തല്ല് കേസിൽ പ്രതി. ഇപ്പൊ തല്ലുമാല വ്യാപകമാണ്. അതായത് ഈ സിനിമ പോലെയുള്ള ആർട്ടുകളെ കുറിച്ച് ഭയങ്കര മഹത്വം പറയും ചാനലുകൾ. കാരണം പോലെ ജീവിത മാർഗമാണ്. എന്താ അവര് പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളെന്തിനാ ഇതിൽ പോയി പെടുന്നത്? ഒരു ആലിമിന്റെ മഹത്വം പറഞ്ഞാൽ ഭയങ്കര മോശം. ഒരു ആലിമിന്റെ പ്രത്യേകത എന്താ? ഉദാഹരണത്തിന് ഇവിടെ സയ്യിദ് ഇരിക്കും. ഈ സയ്യിദ് എന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലൊരു മദ്രസ, ഇത്രയും ആൾക്കാർ പഠിക്കുന്ന ഒരു മദ്രസ ഉഷാറാകാൻ മുന്നിൽ നിൽക്കുന്നു. ഈ നാടിന് വിളക്കാകുന്ന, നാടിന് വെളിച്ചമാകുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്നു. സ്വന്തം എന്താ നേട്ടം? ഒന്നുമില്ല. നമുക്കറിയാവുന്ന എത്ര ആലിമീങ്ങളുണ്ട്. അങ്ങനെ സുൽത്താനുൽ ഉലമ തുടങ്ങി ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് തുടങ്ങി ആലിമീങ്ങളെയും സാദാത്തുക്കളെയും എത്ര അറിയാം. അവരെന്താ ചെയ്യുന്നത്? അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യും. അവരെ പറ്റി ചൂഷകർ, അവരെന്തൊക്കെയോ നേടുന്ന ആൾക്കാർ. അതേസമയം ഇവര് തല്ലുമാല പഠിപ്പിച്ച് നാട് തീർത്ത് ഫസാദാക്കി. എന്നിട്ട് അവർക്ക് കോടികൾ കൊയ്തെടുത്തു. അവർ നാടിന് എന്തു കൊടുത്തു? നാടിനെ ഉയർത്താൻ പറ്റുന്ന സാമൂഹിക കാഴ്ചപ്പാടുകളോ സാമ്പത്തിക കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം നിലത്തിലുള്ള ഒരു ക്രിയേഷനുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമുള്ള എന്താണ് അവർ സമൂഹത്തിന് ചെയ്തത്? പക്ഷേ അങ്ങനെയാണ് ഒരു സ്ഥിതിവിശേഷം. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഈ കുട്ടി തല്ലിപ്പെട്ടിട്ട് ഇങ്ങനെയായി, പോലീസ് കേസിൽ കുടുങ്ങി, അതിനുശേഷം മാനസിക വിഭ്രാന്തി കൂടി ഇങ്ങനെ എത്തിയപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ഇങ്ങനെ കേട്ട് റിലീസായി വന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഉസ്താദെ ഞാനൊരു സത്യം പറയട്ടെ. അതെ, എൻ്റെ ബാപ്പ എങ്ങാനും എന്നോട് പലപ്പോഴും ബാപ്പ വിദേശത്ത് നിന്ന് ക്യാഷ് അയച്ചു തരും, ഫോണിൽ മെസ്സേജ് അയക്കും. എനിക്ക് മെസ്സേജ് അയക്കല്, നീ പഠിച്ചിട്ട് മറ്റേ പരീക്ഷയിൽ മാർക്ക് എത്രയുണ്ട്? അതുപോലെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനല്ല, എപ്പോഴെങ്കിലും എൻ്റെ ബാപ്പ എന്നോട് മോനെ സുഖം തന്നെ അല്ലേ, റാഹത്താണോ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ തല്ലുകേസിൽ പെടൂലായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ആ മോൻ പറഞ്ഞ വാക്കാണ്. ഏതെങ്കിലും ഒരു തവണയെങ്കിലും എൻ്റെ ബാപ്പനോട് മോനെ റാഹത്ത് തന്നെയാണോ, എന്തൊക്കെ എൻ്റെ മോന്റെ വിശേഷം എന്നൊരു ചോദ്യം എൻ്റെ ബാപ്പയുടേത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പെടൂലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. സത്യമാണ്. മക്കളോട് നാം ഒരു സുഹൃത്തായി നിൽക്കാൻ പഠിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാരൊരു കഷ്ടപ്പെടാൻ കഷ്ടപ്പെടാൻ വേണ്ടിയാണ് ചില ഉമ്മമാർ ജീവിക്കുന്നതെന്ന് തന്നെ തോന്നി. ഇവിടെ അല്ല കേട്ടോ, വേറെ നാട്ടിൽ. എന്താണ് ഈ രാവിലെ മക്കൾ കുളിപ്പിക്കുന്നതിൽ, ഡ്രസ്സ് ഇടിക്കുന്നതിൽ, ഭക്ഷണം കൊടുക്കുന്നതിൽ എല്ലാം
അവസാനം ആരെയാ ഇഷ്ടം? ബാപ്പാനെ. ഇത് വീഡിയോ എടുത്ത് റീൽസ് ആക്കുകയും ചെയ്യും ചില ദേശ്. അബദ്ധം പറ്റിയാൽ അബദ്ധം ഒരു വർഷം സംഭവിക്കാം. പക്ഷെ അബദ്ധം ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്താ? അത് വളരെ വഷളല്ലേ? അബദ്ധം ആഘോഷിക്കരുത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നെന്തറിയോ, കുട്ടികൾ മുതിരുന്ന സമയത്ത് ഉമ്മമാർ സങ്കടങ്ങൾ വാങ്ങിക്കാറുണ്ട്. എന്തേ പ്രശ്നം? ഒറ്റ പ്രശ്നം, മക്കളെ അറിഞ്ഞ് മക്കളോട് സമീപിക്കുന്നിടത്ത് നമ്മൾ ഇച്ചിരി പിശകാണ്. ഒരു 13, 14, 15 വയസ്സാകുമ്പോൾ മക്കളോട് മാന്യമായി സംസാരിക്കണം. നല്ല മാന്യതയോടെ സംസാരിക്കണം. ഇടിപൊട്ടിക്കരുത്, കുറ്റപ്പെടുത്തരുത്, ആക്ഷേപിക്കരുത്, മാന്യമായി സംസാരിക്കണം. പക്ഷേ തെറ്റായ ഒരു വിഷയം വരുമ്പോ ഉമ്മ ബാപ്പ എന്ത് പറയണം? നോ. തെറ്റിന് ബാപ്പ ഉണ്ടാവില്ല. ഈ ബാപ്പ എങ്ങാനും ബുള്ളറ്റിന് പറയുമ്പോ, ഫോണിന് പറയുമ്പോ, മോനെ ഈ സമയത്ത് മോൻ അതിനർഹമല്ല, ഞാനത് വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞാൽ ഫലപ്പെടും. എപ്പോ? നിങ്ങൾ നല്ല സൗഹൃദമുണ്ടെങ്കിൽ. ചിലപ്പോ ആ സ്പോട്ടിൽ മോനൊന്ന് പിണങ്ങും, പക്ഷെ നിങ്ങൾ പിണങ്ങരുത്. അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ പ്രകോപിപ്പിക്കരുത്. നിങ്ങൾ നല്ല നിലവാരത്തിൽ നിന്നാൽ 2 ദിവസം കൊണ്ട് മോൻ മാറും. നല്ലൊരു സമയത്ത് മോന്റെ കൂടെ ഇരുന്നിട്ട് മോനോട് പറയണം, ശരികൾക്ക് വാപ്പ ഉണ്ടാവും, തെറ്റിന് വാപ്പ ഉണ്ടാവില്ല. ക്യാഷ് ഉണ്ടെങ്കിലും കൊടുക്കാൻ പാടില്ല തെറ്റിന്. ഇത് ക്യാഷും കൂടി ഇല്ലാണ്ടാവുമ്പോ വളവുമായി കയറ്റുമായി എന്നുകൊണ്ട് കുറ്റംപറസ്ത പറഞ്ഞ പോലെ അതൊരു സങ്കടമായി മാറുന്നു മാത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മക്കളോട് സമീപിക്കുന്നതിൽ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അവിടെ തെറ്റുകൾക്ക്, ഹറാമുകൾക്ക് മുമ്പിൽ കോംപ്രമൈസ് ചെയ്യരുത്. എന്നാൽ ബഹളം വെച്ച് കൊളാക്കുകയും ചെയ്യരുത്. അനാവശ്യമായി ബഹളം വെച്ച് ആക്ഷേപിച്ച് അവരെ നിന്ദിച്ച് അവരെ ഇൻസൾട്ട് ചെയ്ത് അങ്ങനെ ആക്ഷേപിക്കരുത്. എല്ലാവരും മുമ്പിലും വഷളാക്കി. ചില രക്ഷിതാക്കളൊക്കെ അങ്ങനെ മക്കളെ പറ്റി എല്ലായിടത്തും ഇങ്ങനെ പറയാം. കല്യാണത്തിന് പോയാലും കുടിയിരിക്കലിന് വീട്ടിൽ കൂടലിന് പോയാലും മക്കളെ പറ്റി ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞ ഒരു സംതൃപ്തിയ ചില ഉമ്മമാർ. തെറ്റന്നെയാണ്. ഒരിക്കലും മക്കളെ കുറ്റം പറയൽ അനുവദനീയമൊന്നുമല്ല. അതെവിടെ പറയാവൂ? പരിഹാരം കാണേണ്ട കേന്ദ്രങ്ങളിലേ പറയാവൂ. അല്ലാതെ പറയുന്നത് തെറ്റന്നെയാണ്. മക്കളെ പറ്റി എന്തും പറയാം. അങ്ങനെ ചിലർക്കൊരു ധാരണയാണ്. അത് പാടില്ല. മക്കളെ പറ്റി കുറ്റം പറയാൻ പാടില്ല. മക്കളെ പറ്റി മറ്റുള്ളവരോട് അനാവശ്യം പറയാൻ പാടില്ല. മക്കളുടെ ന്യൂനതകളും വഷളത്തരങ്ങളും മറ്റുള്ളവരോട് പറയരുത്. തെറ്റാണ്. അത് പരിഹരിക്കാൻ പറ്റുന്നവരോട് പരിഹാരത്തിന് വേണ്ടി മാത്രമേ അത് പറയാൻ അനുവദനീയമാവുകയുള്ളൂ. ഇതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ അടുത്ത ഭാഗം പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ മദ്രസ പ്രൊജക്ട് നടത്തുന്ന സമയത്ത്, ഹാപ്പി സോണിന്റെ ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നാം ഈ വലിയ തുക ചെലവഴിച്ച്, വലിയ ഭീമമായ തുകകൾ ചെലവഴിച്ച് മെച്ചപ്പെടുത്തിയെടുത്ത, പുരോഗമിപ്പിച്ചെടുത്ത, ഡിസൈൻ ചെയ്തെടുത്ത ദീർഘകാലത്തെ ഒരുപാട് പരിശീലനങ്ങൾക്ക് ശേഷം, പരിശോധനകൾക്ക് ശേഷം, ഒരുപാട് കാലത്തെ വിലയിരുത്തലുകൾക്ക് ശേഷം ഡിസൈൻ ചെയ്ത് ഒരുപാട്, ഒരുപക്ഷെ ആയിരക്കണക്കിന് എന്ന് പറയാം, അത്രയും വ്യക്തികളിലൂടെ, അധ്യാപകരിലൂടെ ഇത് പരിശോധിച്ച് വിജയകരമാണെന്ന് തെളിയിച്ച ഒരു വലിയ ഒരു സംഭവമാണ് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ആദ്യം മാനേജ്മെന്റിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഉസ്താദുമാരുടെ കൂടെ ഇരുന്നു, ഒരു സെഷൻ കഴിഞ്ഞു. അതിനുശേഷം രക്ഷിതാക്കളെയും കൂടി ഈ വിവരങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കഴിയുന്നതും ഉസ്താദുമാരെയോ ബന്ധപ്പെട്ടവരെയോ ഒക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അവര് പ്രചോദിപ്പിക്കലാണ്. അങ്ങനെ അഭിപ്രായങ്ങൾ അറിയിച്ച്, നിങ്ങൾക്ക് ഈ വിഷയ സംബന്ധമായി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച്, അങ്ങനെ എല്ലാവരും ഇതിന്റെ കൂടെ നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വർഷം ഈ കുറഞ്ഞ സമയം ബാക്കിയുള്ളൂ. ഈ വർഷം അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കി അടുത്തൊരു വർഷത്തേക്കുള്ള വാർഷിക പദ്ധതികളുടെ വിശാലമായ വശം 2, 3, 4 മണിക്കൂറൊക്കെ എടുത്തിട്ട് പറയേണ്ട ഒരു ഭാഗമാണ്. വലിയൊരു പഠനമായിട്ട് വരേണ്ട ഭാഗമാണ്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മറ്റ് റെക്കോർഡഡ് വീഡിയോ ഒക്കെ ആയിട്ട് നൽകാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ഇത് സംബന്ധമായി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഇതിലെ സാമ്പത്തികമായും ഇതിന് വലിയ ചെലവൊക്കെ വരും. ആ സമയത്ത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളൊക്കെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം. ആരോടും നിർബന്ധ പിരിവുകൾ നടത്തൂല. അതേ സമയത്ത് നിങ്ങൾക്കൊക്കെ കഴിയുന്ന രീതിയിൽ, കാരണം അത്രയും നേട്ടമുള്ള അത്രയും വലിയൊരു വിഷയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു പക്ഷെ ഞാൻ തന്നെ ചെലവിട്ട, അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളെ ചെലവിട്ട തുകയും ഒക്കെ ആലോചിച്ച് നോക്കിയാൽ ഒരു പക്ഷെ 1 കോടിയുടെ മേലെ തുക ചെലവായിട്ടുണ്ടാകും. പക്ഷെ
അതിനനുസരിച്ച് എവിടെയെങ്കിലും ഫീസ് ചോദിച്ചിട്ടല്ല ഇപ്പൊ ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നും നടന്നു പോകാൻ ആവശ്യമായ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടുകളൊക്കെ നിങ്ങളെ രക്ഷിതാക്കളും സപ്പോർട്ട് നൽകിയാൽ അത് വലിയ വിജയമാകും ഇൻഷാ അല്ലാഹ്. നല്ലത് ചിന്തിക്കുക, നല്ലതിന് ശ്രമിക്കുക, നല്ല നീയത്തോടുകൂടെ നല്ലൊരു റൂട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് വിപ്ലവങ്ങൾ നമ്മിലും നമ്മുടെ ഈ സമൂഹത്തിലും ഉണ്ടാകും. അള്ളാഹു നമുക്കൊക്കെ നല്ലതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മദ്രസ സംവിധാനം എന്നത് ഒരു വലിയ സ്വാലിഹ്യങ്ങൾ നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ്. അതിനുവേണ്ടി നമ്മളും ഒരു ചെറിയ ശ്രമമൊക്കെ നടത്തുമ്പോൾ അത് അള്ളാഹു കബൂൽ ചെയ്യും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റബ്ബേ, ഞങ്ങൾ ഇത് ഇത്രയും പറഞ്ഞത്, ഈ സമയം ചെലവഴിച്ചത്, ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ രക്ഷിതാക്കൾ വളരെ നല്ല മനസ്സോടെ ഇത്രയും സമയം ഇവിടെ ഒരുമിച്ച് കൂടി ഈ ചെലവഴിച്ച സമയമൊക്കെ അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തും ഉപകരിക്കുന്ന അമലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ബന്ധുക്കളിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ റബ്ബേ എല്ലാ തരത്തിലും നീ ഖൈറ് ചൊരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾക്കെല്ലാം നീ പരിഹാരം നൽകണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാത്ത് തരണേ അല്ലാഹ്. മറ്റു ദുരിതങ്ങൾക്കൊക്കെ അറുതി നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് സന്തോഷം തുറന്നു തരണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഈമാനും തഖ്വയുള്ള അവസ്ഥ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ എന്നും നിന്റെ കാവലിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതാവശ്യങ്ങൾ, വീട്, വിവാഹം, പഠനം, ജോലി, മക്കൾ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാറ്റിലും നിന്റെ കാവലേകണേ റഹ്മാനെ. പടച്ചോനെ, നീ ഞങ്ങളെന്നും സഹായിക്കണേ അല്ലാഹ്. കൈയുയരുതേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. റബ്ബേ, ഈ സമയം ഇതിൽ ഞങ്ങൾക്ക് സന്തോഷം നൽകുകയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു സെഷൻ ഇവിടെ കോഴിക്കോട് നടത്തിയപ്പോൾ വലിയൊരു സമയം എല്ലാ ആഴ്ചയിലും ആ പ്രോഗ്രാമുകളിൽ സ്ഥിരമായി ബഹുമാനപ്പെട്ട കേവീത്തങ്ങൾ വരാറുണ്ട്, പങ്കെടുക്കാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അല്ലാഹുവേ, നല്ല ആഫിയത്തുള്ള, നല്ല ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലെ നല്ല കാര്യങ്ങൾക്കൊക്കെ ദീർഘകാലം നല്ല രീതിയിൽ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നീ നല്ല ആഫിയത്തുള്ള, സന്തോഷമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഖൈറും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ.